ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. വൃത്തിയിലെന്നെ വഹിച്ചതീരാ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. വൃത്തിയിലെന്നെ വഹിച്ചതീരാ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീന തുമ്പമൊന്നും ഏശിയില്ല. കണ്ണിൽ തന്നെ നോക്കിയതീന തുമ്പമൊന്നും ഏശിയില്ല. പാടിയാട്ടെ. കണ്ണിൻ മണി പോലപ്പാ ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോൽ കണ്ണിൻ മണി പോൽ സന്തോഷത്തോടെ പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോൽ കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാ
യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. പാടിയേ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. അമ്മേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. അവൻ ആൽഫാ ശക്തിയോടെ അവൻ ആദിയും അന്ത്യനും. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. മാറായെ മാധുര്യമാക്കാൻ കഴിവുള്ള പാറയെ പിളർന്നു നാദം പോകും. മാറായെ മാധുര്യമാക്കാൻ കഴിവുള്ള പാറയെ പിളർന്നു നാദം പോകും. ചിന്താകുളങ്ങളില്ലാതെ ചന്തമയെന്നും നടത്തും. ചിന്താകുളങ്ങളില്ലാതെ ചന്തമയെന്നും നടത്തും. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദിയും അന്ത്യനും. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. ഹല്ലേലൂയ. വീണ്ടും ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും നമ്മൾ കൂടുകയാണ്. ഇത് അവസാനിപ്പിക്കാനുള്ള തുടക്കമല്ല, ജയിക്കാനുള്ള തുടക്കമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ജയാളികളുടെ ഒരു ഘോഷമായി തീരണം. നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും ഈ നാളുകളിൽ നമുക്കൊരു ജയജീവിതം ആവശ്യമാണ് ലോകത്തെക്കുറിച്ചുള്ളത്. നിങ്ങൾ ദയവായി ബൈബിൾ ക്ലാസ് മുടങ്ങാതിരിക്കുക. കാരണം ബൈബിൾ ക്ലാസ്സിൽ മാത്രമേ നമുക്ക് നിത്യതയെക്കുറിച്ചും ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ബൈബിൾ ക്ലാസ് മുടങ്ങരുത് എന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നമുക്ക് കടന്നു വരാം വേൾഡിനെ കുറിച്ച്, ലോകത്തെക്കുറിച്ചാണ്. ഒരു ഇൻവിസിബിൾ ഡാർക്ക്നെസ് വേൾഡ്, കാണാൻ കഴിയാത്ത ഇരുട്ടിന്റെ ലോകം നമ്മുടെ ഈ ലോകത്തിലുണ്ട്. ഇവിടെ തന്നെയുണ്ട് നമുക്ക്. ഹല്ലേലൂയ. സഭക്കകത്തും അല്ലേ പുറത്തും നമ്മുടെ പലപ്പോഴും നമ്മുടെ സോളിൻ്റെ പല തലങ്ങളിലും മാനസിക വൈകാരിക മേഖലകളിലേക്ക്, അത് മാത്രമല്ല ഈ ലോകം മുഴുവനും ഭരിക്കുന്നത് പൈശാചിക ലോകമാണെന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് വേൾഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ്. നമ്മൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഒരു നിമിഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിനു മുമ്പ് ആരെയും കേൾക്കാത്ത എന്തെങ്കിലും ക്ലാസ്സുകളുണ്ടെങ്കിൽ 8 ക്ലാസ് കഴിഞ്ഞ് ഒന്നു ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രാജുവിനോട് പറഞ്ഞാൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. 1-2 പേർ പെൻഡ്രൈവുമായി വന്നു, അവർ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. നമ്മുടെ കുറച്ച് ആൾക്കാർ അതുകൊണ്ട് ആർക്കെങ്കിലും വീണ്ടും കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുത്താൽ രാജീവ് ക്ലാസ്സുകളെല്ലാം കേട്ടുതരും. ഓക്കെ. വേൾഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ ലോകത്തിൽ കാണാൻ കഴിയാത്ത ഒരു വലിയൊരു ലോകമാണ്. വലിയൊരു കൂട്ടമാണത് അല്ലേ?
നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ കാണാൻ കഴിയാത്ത, നമ്മുടെ കണ്ണുകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത അദൃശ്യമായ ലോകത്തിൽ ഒരു വലിയൊരു കൂട്ടമാണ് ഈ കാണുന്ന വേൾഡ് എന്ന് പറയുന്നത്. അത് സാത്താന്യ ഓർഡറുകൾ അനുസരിച്ച്, അവന്റെ കാറ്റഗറിക്ക് അനുസരിച്ച് വാഴുന്ന ഒരു ലോകമാണ് ഈ വേൾഡ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചതാണ്. വ്യഭിചാരികളായുള്ളവരെ യാക്കോബ് 4:4 പറയുന്നു, വ്യഭിചാരികൾ ലോകസ്നേഹം ദൈവത്തോട് ശത്രുവുമാകുന്നു. ലോകത്തെ സ്നേഹിതനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തിന്റെ പുറകെ പോയാൽ, ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, ഒരു കാര്യം വേദപുസ്തകം അടിവരയിട്ട് പഠിപ്പിക്കുക, നാം ദൈവത്തിന്റെ ശത്രുവായി തീരും. ഒരിക്കൽ ശത്രുവായിരുന്നു നമ്മളെല്ലാം ഈ ലോകത്തിൽ ജീവിച്ചവരാ, മതത്തിന്റെ സമ്പ്രദായങ്ങളിൽ ആദ്യപാഠങ്ങളിൽ ജീവിച്ചവരാ. എന്നാൽ കർത്താവ് നമ്മെ വീണ്ടും രക്ഷിച്ച് മിത്രമാക്കി മാറ്റിയെങ്കിലും വീണ്ടും ആ ലോകത്തിന്റെ പുറകെ പോയാൽ ദൈവം നമുക്ക് ശത്രുവാകുമെന്ന കാര്യം മറന്നു പോകരുത്. ശത്രുവായാൽ കീറിക്കളയുമെന്ന വേദപുസ്തകത്തിന് അടിവരയിട്ട് ഉപദേശം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെയും, രണ്ട് കാര്യങ്ങൾ. അത് ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ പഠിക്കുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും രണ്ട് കാര്യങ്ങൾ. ഒന്ന് ലോകം, രണ്ട് ലോകത്തിൽ ഉള്ളത്, അല്ലേ? ലോകം എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? ഇതാണ് ലോകത്തിലുള്ളത്. നമ്മൾ വരും ദിവസങ്ങളിൽ പഠിക്കും. അത് സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് പിതാവിന് സ്നേഹമില്ല. അത് ലോകത്തിലുള്ളത് എന്താണെന്ന് താഴേക്ക് പഠിക്കാൻ നമുക്ക് കാണാൻ കഴിയും. അതെന്താണെന്ന് വരും ദിവസങ്ങളിൽ നമ്മൾ പഠിക്കും. ഹല്ലേലൂയ. എന്താണ് ലോകമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചതാണ്. ദൈവത്തിന്റെ കൂടെ, ദൈവം എവിടെയൊക്കെ പോകുന്നുവോ അവിടെയെല്ലാം അവന്റെ കൂടെ ചിറക് വിരിച്ചിരുന്ന ഒരു കെരൂബ് പറയുന്ന ഒരു ദൂതനുണ്ടായിരുന്നു. നമുക്കെല്ലാം അറിയാം, അവൻ ചിറകുകൾ വിടർത്തിയാൽ ആ നാദസ്വരങ്ങളൊക്കെ നമുക്കവിടെ കേൾക്കാൻ കഴിയുമെന്നാണ് വേദപുസ്തകം അടിവരയിട്ട് പഠിപ്പിക്കുന്നത്, അല്ലെ? അത്രയും എന്താ പറയുക, ദൈവത്തിന്റെ കൂടെ നടന്ന ഒരു കെരൂബ്, ദൂതന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ, മിഖായേലേക്കാളും ഗബ്രിയേലേക്കാളും. അതുകൊണ്ട് മിഖായേലൊക്കെ പറയുന്നുണ്ട്, ഞാൻ അവനെ വാദിക്കുന്നില്ല, അവനോട് ഞാൻ ഇടപെടുന്നില്ലെന്നൊക്കെ മിഖായേൽ പറയുന്നുണ്ട്. കാരണം മിഖായേലേക്കാൾ ഉയർന്ന പൊസിഷനിലാണ് ഈ കെരൂബ് എന്ന് പറഞ്ഞ വ്യക്തി. അത് ഇന്നും അവൻ തന്നെയാണ്. കാരണം വീണുപോയെങ്കിലും ദൈവത്തിന്റെ ആ ഓർഡറിൽ ഇന്നും അവൻ തന്നെയാണ് ദൂതന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്നത്. അതുകൊണ്ട് ആ ദൂതൻ എവിടെയൊക്കെ പോകുന്നുവോ, കാരണം ദൈവം പുരാതന ഭൂമി ദൈവം ഉണ്ടാക്കിയപ്പോൾ, ഈ കാണുന്ന ഭൂമിയല്ല, ഇത് മൂന്നാമത്തെ ഭൂമിയാണ്. പുരാതന ഭൂമിയിൽ ഉൽപ്പത്തി 1-ാം അധ്യായം കാണുമ്പോൾ ആദിയിൽ ദൈവാകാശവും, അതാണ് പുരാതന ഭൂമി. ആ ഭൂമിയിൽ ദൈവത്തിന്റെ പ്രൊജക്റ്റിന് വേണ്ടി ദൈവം ഇറങ്ങി വരുമ്പോൾ അവിടെയെല്ലാം ഈ വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു, അല്ലേ? നമുക്കറിയാം. അതിനുശേഷം 2-ാം വാക്യത്തിൽ പോയി ഉൽപ്പത്തി പുസ്തകം 1:2 പറയുന്നു, ദൈവം ആ ഭൂമി പാഴും ശൂന്യവുമായി പോയത്. അത് 2-ാമത്തെ ഭൂമിയെ കുറിച്ച്. 3-ാമത്തെ ഭൂമിയാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ഈ കാണുന്ന എല്ലാം റെനോവേറ്റ് ചെയ്ത് പുതുക്കി പണിത് കാണുന്ന 3-ാമത്തെ ഭൂമി. ഞാൻ പറയുന്ന പുരാതന ഭൂമിയിൽ ഇവനും ഇറങ്ങി വരുമായിരുന്നു. പക്ഷേ അവൻ ഒരിക്കൽ ദൈവത്തോട് മത്സരിച്ച്, അതെന്താണെന്നൊക്കെ പിന്നീട് കഴിഞ്ഞ ദിവസം പഠിച്ചത് നമ്മൾ, മത്സരിച്ച് ദൈവം അവനെ സപ്പോർട്ട് ചെയ്ത സ്വർഗത്തിലെ 1/3 ഭാഗം 33.33% ദൂതന്മാർ അവരോട് മത്സരിച്ചപ്പോൾ ദൈവം വിട്ട് തഴക്കിട്ടു. അങ്ങനെ അവർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീണുപോയി. എങ്കിൽ പോലും ഇന്നും സ്വർഗത്തിൽ കടന്നു ചെല്ലുവാൻ അവർക്ക് അവകാശമുണ്ട്. അത് നമ്മളെ ചൊല്ലിയാണ്, അല്ലെ? മത്തായി 6-ാം അധ്യായത്തിലൊക്കെ നമ്മൾ ഡെലിവറൻസ് ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്മൾ തമ്മിൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ നമ്മുടെ വിഷയമായിട്ട് സ്വർഗീയ കോടതിയിലേക്ക് കടന്നു പോകുന്നത് ഈ ദൂതന്മാർ തന്നെയാണ്. അത് നമ്മെ തകർക്കാൻ വേണ്ടിയില്ല, നമ്മെ പണിയാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഉൽപ്പത്തി 1:26 പറഞ്ഞു, ദൈവം നമ്മെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? അത് ദൈവം എന്തിനാണ് മനുഷ്യ സൃഷ്ടിച്ചതെന്ന് പല വ്യാഖ്യാനങ്ങൾ നമുക്ക് ലോകത്തിൽ കാണാൻ കഴിയും. പക്ഷേ വേദപുസ്തകം എന്താണ് നാം പഠിപ്പിക്കുന്നത് അത് കൃത്യമായി നാം അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ യുദ്ധം കറക്റ്റായിട്ട് കിട്ടത്തില്ല. ദൈവം എന്തിനാ മനുഷ്യ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്, അത് വേദപുസ്തക പ്രകാരം ശരിയാണോ തെറ്റാണോ നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും നമ്മളെ വീഴ്ത്തുവാൻ കഴിയത്തില്ല. 5 കിങ്ഡത്തിന് മേൽ ഭരിക്കുവാൻ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയതാണ്. സമുദ്രത്തിന്റെ മേൽ, മത്സ്യങ്ങളുടെ മേൽ, ആകാശത്തിലെ പറവകളുടെ മേൽ, മൃഗങ്ങളുടെ മേൽ, സർവ്വഭൂമിയിൽ മേൽ, ഇഴയുന്ന ഇഴജാതികളുടെ മേൽ 5 കിങ്ഡമാണ്, അല്ലെ? 5 കിങ്ഡത്തിൽ വാഴുവാൻ ദൈവം നമ്മെ മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കി വെച്ചു. അത് മറ്റൊന്നുമല്ല, ഫിഷ് കിങ്ഡം, ആനിമൽ കിങ്ഡം, ബേർഡ്സ് കിങ്ഡം, റെപ്റ്റൈൽ കിങ്ഡം, പ്ലാനറ്റ് കിങ്ഡം എന്ന് പറയുന്ന 5 കിങ്ഡത്തിന് മേൽ വാഴുവാൻ 6th കിങ്ഡമായ മനുഷ്യരാജ്യത്തെ ദൈവം ഉണ്ടാക്കി വെച്ചു. അതിനുമ്പോൾ 7th കിങ്ഡമായ ദൈവരാജ്യം ദൈവം ഓർഡർ ചെയ്യാം. ദൈവം 7th കിങ്ഡം 6th കിങ്ഡമായ മനുഷ്യരാജ്യത്തെ വാഴുന്നു. മനുഷ്യൻ ഈ 5 കിങ്ഡത്തെ വാഴുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ ഓർഡറൊക്കെ ഭയങ്കര ഓർഡറാ. ഹല്ലേലൂയ. ഇതിലേക്ക് മടങ്ങി വരികയാണ് നമ്മളെല്ലാവരും.
വേദപുസ്തകം നമ്മൾ സത്യമായും ദൈവത്തിന്റെ മനസ്സറിയുന്നില്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന ലെവലിൽ നമുക്ക് വളരാൻ കഴിയത്തില്ല. ഞാൻ വീണ്ടും പറയാം, ദൈവം ആഗ്രഹിക്കുന്ന ലെവലിൽ ദൈവത്തിന്റെ ചിന്തകൾക്കൊത്തവണ്ണം നാം വളരുന്നില്ലെങ്കിൽ ദൈവത്തോടൊപ്പം വാഴുവാനോ രാജാക്കന്മാരായി തീർക്കുവാനോ ദൈവത്തിന് കഴിയില്ല. അത് കാര്യം മറന്നു പോകരുത്. അപ്പൊ അതുകൊണ്ട് ഈ 6ാമത്തെ കിങ്ഡത്തിൽ ദൈവ മനുഷ്യന് അത് സോളിഷ് ലൈഫാണത്. അത് സ്പിരിച്വൽ മണ്ഡലമാണ്. അത് കാണാൻ കഴിയാത്ത മേഖല. നമ്മുടെയൊക്കെ അകത്ത് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി ഇന്നും ഈ കാണുന്ന ഈ ബോഡിക്കകത്ത് ജീവിക്കുകയാണ്. അവനൊന്നും അദൃശ്യനാണ് നമ്മുടെ സോൾ. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യൻ ആരാകുന്നു? ജീവനുള്ള ദേഹിയാണ്. മറന്നു പോകരുത്. ഇന്ന് 99% ആൾക്കാരും പഠിപ്പിക്കുന്നത് മനുഷ്യൻ ആത്മാവാവുന്ന അല്ല. മനുഷ്യന് ആത്മാവുണ്ട്, അവന് ശരീരമുണ്ട്, അവൻ ജീവനുള്ള ദേഹിയാണ്. സോൾ, വികാരങ്ങൾ, ഇച്ഛകൾ, അല്ലേ? ഇപ്പൊ എന്തൊക്കെയാ വികാരങ്ങൾ, ഇച്ഛകൾ, ബുദ്ധി, മനസ്സ്, ബുദ്ധി അല്ലെങ്കിൽ പണ്ട് പഠിച്ചിട്ടുണ്ട് ഇവിടെ. അതടങ്ങുന്ന ഒരു ലോകമാണത്. അത് സ്പിരിച്വൽ അദൃശ്യ ലോകത്തിൽ ജീവിക്കുകയാണ് അവൻ. അവന് സെക്കൻഡുകൾക്കുള്ളിൽ ഇപ്പോൾ നമുക്ക് ആ മനസ്സ് നമുക്ക് അമേരിക്കയിൽ പോകാൻ കഴിയും. പോകാൻ പറ്റില്ലേ? ഇല്ലേ? നമുക്ക് പാപം ചെയ്യാൻ കഴിയും. ആ മനസ്സുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ കഴിയും നമുക്ക്. അത് അദൃശ്യമായ ലോകമാണ് നമ്മുടെ സോളിഷ് സ്ഥലം എന്ന് പറയുന്നത്. സോളിനെ കുറിച്ചൊക്കെ ആഴമായ ക്ലാസ് നമുക്ക് വരും പിന്നീട് എപ്പോഴും കർത്താവ് അനുവദിച്ചാൽ. ഹല്ലേലൂയ. എന്നാൽ തുടർന്ന് ആ 6th കിങ്ഡം മനുഷ്യൻ പാപം ചെയ്ത് പൈശാചിക ലോകത്തിന് കൈമാറ്റപ്പെട്ടു പോയി. ഭൂമിയെ ഭരിക്കുവാൻ മനുഷ്യന് കഴിയാതെ വണ്ണം ഭരണം മനുഷ്യൻ തന്നെ പിശാചിന് കൈമാറി. അങ്ങനെയെങ്കിൽ നമുക്കൊരു ചോദ്യം ഉന്നയിക്കാം, എന്തിനാണ് ദൈവം സഭയെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്? ചോദ്യം ഉണ്ടോ നിങ്ങൾക്ക്? വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ചർച്ച് എന്നൊരു ചോദ്യം നമുക്കുണ്ട്. എന്താണ് ചർച്ചിന്റെ ഉദ്ദേശം? ചർച്ചിനെ ഭൂമിയിൽ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? അത് ഏറ്റവും സുപ്രധാനമായ, ഏറ്റവും അങ്ങേറ്റം വരുന്ന, അതിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഏറ്റവും ടോപ്പ് എന്ന് പറയുന്ന ഭാഗം ഈ ഒരു ഭാഗമാണ്. മനുഷ്യരാൽ അവന്റെ കരങ്ങളിലൂടെ അവൻ കൈമാറ്റപ്പെടുത്തിയെങ്കിൽ അവനാൽ അത് തിരിച്ചു പിടിച്ചെടുക്കാൻ വേണ്ടിയാ. അത്രവർക്ക് ആമേൻ പറയാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. കാരണം നമ്മളാൽ നഷ്ടപ്പെട്ടു പോയത് നമ്മളാൽ തിരിച്ചെടുക്കുകയാണ്. ദൈവത്തിന്റെ ഓർഡറുകൾ പഠിച്ചാൽ ഭൂമിയെ കുറിച്ചാവട്ടെ, മനുഷ്യനെ കുറിച്ചാവട്ടെ, ഏതിനെ കുറിച്ച് പഠിച്ചാലും നമ്മൾ പുതുക്കി ഒരു പുതിയ ജീവൻ നൽകുന്നുവെങ്കിലും ദൈവം പഴയതിട്ട് തന്നെയാണ് പണിതുകൊണ്ടിരിക്കുന്നത്. സത്യം അത് തന്നെയാണ്. ഹല്ലേലൂയ. മറന്നു പോകരുത്. ഇപ്പോൾ പിശാചാണ് ഈ മനുഷ്യൻ ഭരിക്കേണ്ട സ്ഥാനത്തിരുന്നുകൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പൈശാചിക ലോകം, ഈ ലോകത്തിലെ സകലം വാഴുന്നത് പോലും ഇന്ന് പൈശാചിക ലോകമാണെന്ന കാര്യം മറന്നു പോകരുത്. നമ്മളത് കണ്ടതാണ്. ഭൂമിയിലെ 5 കിങ്ഡങ്ങൾ, അല്ലെ? പറവകളുടെ മേലും, ഫിഷ് കിങ്ഡം, അനിമൽ കിങ്ഡം, റെപ്റ്റൈൽ കിങ്ഡം, പ്ലാനറ്റ് കിങ്ഡം, അല്ലെ? ബേർഡ്സ് കിങ്ഡം എന്ന് പറയുന്ന 5 കിങ്ഡത്തിന് മേൽ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഭരിക്കാൻ കഴിയത്തില്ല. ഇന്ന് വാഴാൻ കഴിയുന്നില്ല. ഒരു പാറ്റ ഓടിയെ പോലെ നമുക്ക് പേടിച്ച് പറിച്ചു പോകും, അല്ലേ? ഒരു പാറ്റ ഓടിയെ നമ്മൾ പേടിച്ച് പറിച്ചു പോകും. കാരണം ഇതൊക്കെ വാഴുവാൻ വെച്ച നമ്മളേക്ക് ഇന്നൊരു പാറ്റ മതി നമ്മളെയൊക്കെ പേടിച്ച് വിറപ്പിക്കുവാൻ. അതിരുകൾ വെച്ച് കാട്ടിൽ വാഴുവാൻ വെച്ചിരുന്ന മൃഗങ്ങൾ പോലും ഇന്ന് നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇതോടുള്ള ബന്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്, പഠിക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടതിന്. ഞാൻ വിട്ടുപോകുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ജസ്റ്റ് ഓർപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. വിവാഹം നടക്കുകയില്ല എന്നൊരു കാര്യം പഠിച്ചല്ലേ? കാരണം നമ്മുടെയൊക്കെ എൻഗേജ്മെന്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എൻഗേജ്മെന്റ് മാത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു എൻഗേജ്മെന്റ് മാത്രം. ഒരിക്കൽ നമ്മുടെ വിവാഹം നടന്നിട്ടില്ല. എത്രയോ വിവാഹങ്ങൾ നടക്കാതെ പോയിട്ടുണ്ട്, അല്ലേ? കഴിഞ്ഞ തിങ്കളാഴ്ച പേപ്പറിൽ വായിക്കുമ്പോൾ വിവാഹം നിശ്ചയിച്ച പെണ്ണ് ഒരു കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. നമ്മളും ഇതുപോലെ ലോകമെന്ന് പറയുന്ന കാമുകന്റെ കൂടെ ഒളിച്ചോടാൻ ചാൻസ് ഉണ്ട് എന്ന് വേദപുസ്തകം അടിവരയിട്ട് പഠിപ്പിക്കുക. നിങ്ങൾ പുതിയ പഠിക്കുമ്പോൾ എത്ര പ്രാവശ്യമാണെന്നറിയാമോ പഴയ നിയമത്തിലെ വീടുപോയ ഭക്തന്മാരെ പേരെടുത്ത് എഴുതിയിരിക്കുന്നത്? ലോത്തിനെ കുറിച്ച്, കോരഹിനെ കുറിച്ച്, അല്ലേ? എത്രയെത്ര വാക്കുകളാ പുതിയ ഇസ്രായേലിനെ കുറിച്ചൊക്കെ എഴുതി വെച്ചത് നമുക്ക് അറിയാൻ വേണ്ടിയാ, പഠിക്കാൻ വേണ്ടിയാ. അവരൊക്കെ ഇതുപോലെ എൻഗേജ്മെന്റ് കഴിഞ്ഞവരെ, പക്ഷേ അവരുടെ വിവാഹം നടന്നില്ല. കാരണം അവർ മിസ്രൈമിനെ സ്നേഹിച്ചു പോയി. അവിടുത്തെ വെളുത്തുള്ളി, ചിറ്റുള്ളി, അല്ലേ, എല്ലാം അതിന്റെ പുറകെ അവരുടെ ഹൃദയം മാറിപ്പോയി. നമുക്ക് വരാതിരിക്കുവാൻ വേണ്ടിയാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, ദൈവം അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കൊന്നു കളഞ്ഞു. എത്ര ഭയാനകമായ വാക്കുകളാണ് നമുക്ക്. എന്നിട്ട് നമുക്കൊരു കൂസലുമില്ല, ഒരു ഭയവുമില്ല. എത്രയൊക്കെ മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞത്? ഇന്ന് ഭയമില്ലാത്ത കൂട്ടനുണ്ടെങ്കിൽ നമ്മളാ. കാരണം ഭയപ്പെടേണ്ട ക്രിസ്ത്യൻ ജീവിതം ഭയമുള്ള ജീവിതമാണ്. ഇന്ന് കർത്താവിനെ പോലും ഭയമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുപാട് വായിച്ചതാ. അതുകൊണ്ട് യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തെ സ്നേഹമൊക്കെ നമുക്ക് ഒരിക്കലും മറന്നു കളയാൻ പാടില്ല എന്ന കാര്യം മറന്നു പോകരുത്. ഒക്കെ വിട്ടുപോകുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചതാണ്. അതുകൊണ്ട്
പരസംഗ ഹേതുവായും ഇന്ന് വിവാഹം ഈ ഒരു വാക്യം ഫാമിലി സെമിനാറിൽ പഠിപ്പിക്കുന്ന വിഷയമാണെങ്കിലും അഡൾട്ടറി വ്യഭിചാരമല്ല പരസംഗം, അല്ലെ? ഓർമ്മയുണ്ടോ? വ്യഭിചാരം ചെയ്താൽ ഒരു ഭാര്യ, ഒരു ക്രിസ്തീയ വിശ്വാസമുള്ള കുടുംബത്തിൽ ഒരു ഭാര്യയോ ഭർത്താവോ, അല്ലെങ്കിൽ ഭാര്യ വ്യഭിചാരം ചെയ്താൽ ഭർത്താവിന് ഭാര്യ ഉപേക്ഷിക്കുവാൻ അനുവാദമില്ല. വ്യഭിചാരം ചെയ്താൽ പോലും, എത്ര വലിയ ജഡത്തിന്റെ പ്രവർത്തികൾ ചെയ്താൽ പോലും ഭാര്യയെ ഉപേക്ഷിക്കുവാൻ രണ്ട് വിശ്വാസികൾ ആണെങ്കിൽ ഉപേക്ഷിക്കാൻ യാതൊരു ഒരു നിയമവും നമുക്കില്ല. എന്നാൽ പരസംഗം ചെയ്താൽ അവളെ ഉപേക്ഷിക്കുവാൻ വേദപുസ്തകം അടിവരായിട്ട് പഠിപ്പിക്കുകയാണ്. ഇത് ക്രിസ്തുവോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്, അല്ലെ? പരസംഗം എന്ന് പറഞ്ഞാൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ കാലത്തിലെ ജീവിതമാണ്. എൻഗേജ്മെന്റ് ശേഷം വിവാഹത്തിന് മുമ്പുള്ള ജീവിതത്തിനിടയിൽ അവൾ പാപം ചെയ്താൽ, വ്യഭിചാരം ചെയ്താൽ, കാമുകന്റെ കൂടെ പോയാൽ അവളെ ഉപേക്ഷിക്കുവാൻ വേദപുസ്തകം അടിവരയിട്ട് പഠിപ്പിക്കുകയാണ്. നിയമങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. കാരണം നമ്മൾ പഠിക്കുന്ന നിയമങ്ങൾ കിങ്ഡം പ്രിൻസിപ്പിളാണ്. നിങ്ങൾ മറന്നു പോകരുത്. ഇപ്പോൾ പണ്ട് ഞാൻ അല്പം ഇത്തിരി ഞാൻ ലഘുവായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ ലഘുവാകാൻ ഞാനും ഇനി തീരുമാനിച്ചിട്ടില്ല. കാരണം വേദപുസ്തകം അതുപോലെ തന്നെ പഠിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്തായാലും അല്പം ഞാനൊന്ന് കുറച്ചായിരുന്നു, അതില്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഒന്ന് ലഘൂകരിച്ചു, ഒത്തിരി വെള്ളം ചേർത്തായിരുന്നു. പക്ഷേ ഇനി ഞാൻ ചേർക്കുന്നില്ല. അപ്പൊ അച്ഛനെ തന്നെ പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പൊ പരസംഗം ഹേതുവായിട്ട് ഈ വിവാഹം നടക്കാൻ ചാൻസ് ഇല്ലെങ്കിൽ ഇത് നമ്മെക്കുറിച്ച് പറയുന്നതല്ല, ഇത് ക്രിസ്തുവും സഭയുമായുള്ള പ്രശ്നമാണ്. നമ്മുടെ ഈ ജീവിതം, എൻഗേജ്മെന്റ് കഴിഞ്ഞുള്ള നമ്മുടെ ജീവിതത്തിൽ നാം കാമുകനായ നമ്മുടെ എന്നല്ല, കാമുകനായ പിശാചിന്റെ പുറകെ, ലോകത്തിന്റെ പുറകെ പോയാൽ നമ്മുടെ വിവാഹം നടക്കത്തില്ല. നരകമല്ലാതെ മറ്റും നമുക്കില്ല. നാം ഏത് കാമുകന്റെ പുറകെ പോയോ ആ കാമുകന്റെ വീട്ടിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തർ പോകത്തുള്ളൂ. നരകം എന്ന് പറയുന്ന കാമുകന്റെ. ഞങ്ങൾ താഴ്ത്ത മോർണിംഗ് സർവീസിൽ നമ്മൾ 2 ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. നീണ്ട ക്ലാസ് കുറെ നാളാണ് തുടങ്ങിയിട്ടത്. 2 ഡെസ്റ്റിനേഷൻ ഉണ്ട് നമുക്ക്. നമ്മുടെ ലക്ഷ്യസ്ഥാനങ്ങൾ 2 ഭവനങ്ങളത്. 2 വഴികൾ, 2 വൃക്ഷങ്ങൾ, 2 ഭവനങ്ങളെ കുറിച്ചാണ് കുറെ നാളെ ക്ലാസ് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 2 ഭവനത്തിൽ എവിടെയെങ്കിലും പോയി നാം പെട്ടിരിക്കും. ഒന്നില്ലെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവിന്റെ വീട്ടിൽ, അല്ലെങ്കിൽ ലോകമെന്ന് പറയുന്ന കാമുകനായ നമ്മുടെ ദൈവത്തിന്റെ അല്ലെങ്കിൽ പ്രഭുവിന്റെ വീട്ടിൽ, നമ്മുടെ അപ്പന്റെ വീട്ടിൽ, നരകമെന്ന് പറയുന്ന ആ വീട്ടിൽ ചെന്നെത്തിയിരിക്കും. ആഴമായ ക്ലാസ്സാണ് നമ്മൾ താഴെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ വിട്ടുപോകുന്നു. നിങ്ങൾ ലോകക്കാരല്ലാത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകക്കും. ഈ ലോകത്തിൽ ഒരു കാര്യം മറന്നു പോകരുത്, ഈ ലോകം നമ്മെ പകച്ചിരിക്കും. നിങ്ങൾ ലോകക്കാരാണെങ്കിൽ നിങ്ങളെ ലോകം പകക്കത്തില്ല. അതേക്കുറിച്ച് അല്പമായിട്ട് നിന്നോ അല്ലെങ്കിൽ വേറെ ദിവസങ്ങളിൽ ചിന്തിക്കും. നമ്മൾ ഈ ലോകക്കാരാണെങ്കിൽ ഒരിക്കലും ലോകം നമ്മെ പകക്കില്ല. ലോകം നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കും. നമ്മളെ വാഴുവാനും പുകഴ്ത്തുവാനും നമ്മളെ മാലയിട്ട് സ്വീകരിക്കാൻ അവർ തയ്യാറായിരിക്കും. എന്നാൽ നമ്മൾ ലോകക്കാരല്ലെങ്കിൽ ഒരു കാര്യം ഓർക്കണം, നമുക്ക് ഈ ലോകത്തിൽ നിന്നയും പരിഹാസങ്ങളും ആട്ടും തുപ്പും അത് മാത്രമേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ, കിട്ടുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ കൈവിട്ടതല്ല, നിങ്ങൾ ലോകക്കാരല്ലാത്തത് കൊണ്ടാണെന്ന കാര്യം മറന്നു പോകരുത്. സത്യം ഹൃദയത്തിൽ കുറിച്ചിട്ടേക്കണം. നിന്നയും പരിഹാസങ്ങളും. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊക്കെ ഒരു വീട് പണിതാൽ വിറ്റുപോകാൻ എന്തോരം താമസമാ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇവിടെ വീട് വെക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ വാസ്തു നോക്കി, അല്ലെ, കാണിപ്പയ്യൂരിന്റെ പുറകെയും പിശാച് ബാധിച്ചവൻ പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ട് ഞങ്ങള് കന്നിമൂലയും എന്തുപോലെ അവിടെ അതൊക്കെ നോക്കി ഞങ്ങൾ പണിതിരുന്നെങ്കിൽ ഞങ്ങൾ ആ ലോകക്കാർ തന്നെയാ. ഞങ്ങൾ പറയുന്ന വീട് ചൂടപ്പം പോലെ വിറ്റുപോകും, ഞങ്ങൾക്ക് നല്ല പൈസയും കിട്ടും. പക്ഷേ നമുക്കതിന് വകുപ്പില്ല. മനസ്സിലാവുന്നുണ്ടോ? ലോകത്തിന് സമ്പ്രദായം സൂക്ഷിച്ചു വെച്ച് അതിന്റെ പുറകെ അത് വെച്ച് ഓടിക്കഴിഞ്ഞാൽ നന്മ കിട്ടും. പക്ഷേ ഞാൻ ലോകക്കാരനായി പോയി, ലോകം നമ്മുടെ കൂടെ നിൽക്കും. പക്ഷെ ഇന്ന് പണിയുന്നത് വിറ്റുപോകുന്നില്ല. കാരണം നമുക്ക് അത് നോക്കാൻ അനുവാദമില്ല. പിന്നെ കൃപയാൽ അവൻ നൽകിയാൽ നൽകിയുള്ളൂ, അവൻ തന്നാൽ തന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഒന്നും നമുക്ക് കിട്ടത്തുമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? അപ്പൊ അതുകൊണ്ട് ലോകത്ത് ഈ പറഞ്ഞ പോലെ ലോകക്കാരല്ലാത്തത് കൊണ്ടാണ് ലോകം നമ്മെ പകക്കുന്നത്. ലോകത്തോട് നമുക്ക് വേണമെങ്കിൽ ചേർന്ന് ജീവിക്കാം, പക്ഷേ നമുക്ക് താഴെ ഒരു നരകം ഒരുക്കിക്കൊണ്ടിരിക്കാം. നരകം ഒരുക്കുകയല്ല, ഓൾറെഡി ഒരുക്കപ്പെട്ടതാ. ഹല്ലേലൂയ. ഓക്കെ, നമ്മൾ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഓർപ്പിച്ചത് ഈ ക്ലാസ് വീണ്ടും നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. ലോകം എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ദിസ് വേൾഡ്. അതേക്കുറിച്ച് വീണ്ടും ഡെഫിനിഷൻ ഞാൻ വീണ്ടും തരും നിങ്ങൾക്ക്. ഈ ലോകത്തിലെ സിസ്റ്റം എന്ത് ഒരു ഈ ലോകത്തിലെ സിസ്റ്റം ഉണ്ട്. അത് ഉണ്ടാക്കി വെച്ച അതിന്റെ പേരാണ് ലോകം എന്ന് പറയുന്നത്, അല്ലെ? അത് മാനുഷിക സിസ്റ്റങ്ങളാണ്, മനുഷ്യനുണ്ടാക്കി വെച്ചിരുന്ന സിസ്റ്റങ്ങളാണ്.
പദ്ധതികൾ എന്തായാലും മലയാളത്തിൽ എന്താ പറയാ അല്ലെ, പദ്ധതികളാ അല്ലെ, എന്തെങ്കിലും ആവട്ടെ. അത് എഡ്യൂക്കേഷൻ സിസ്റ്റം ആകാം, മതപരമായ സിസ്റ്റങ്ങളാകാം അല്ലെ, എന്ത് ഇഷ്ടം പോലെ അതിനെ കുറിച്ച് പിന്നീട് ചിന്തിക്കും നമ്മൾ. എന്തുമാകട്ടെ, ഇതെല്ലാം മനുഷ്യൻ ഉണ്ടാക്കി വെച്ചതാണെങ്കിൽ, മനുഷ്യന്റെ മതങ്ങൾ ഉണ്ടാക്കി വെച്ചതാണെങ്കിൽ അതിന്റെ പുറകിൽ പൈശാചിക ലോകമാണ് അല്ലെ. സോളിന്മേൽ ആരാ ഭരിക്കുന്നത്? സോളിഷ് തലത്തിൽ ആരാ ഭരിക്കുന്നത്? പൈശാചിക ലോകം പഠിച്ച പഴയ ക്ലാസ് ഓർത്താൽ മതി നിങ്ങൾ. സോൾ ജീവിക്കുന്നത് അദൃശ്യ ലോകത്തിലാണ്. അവിടെയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്റെ പ്രാണനെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിക്കണമേ. മലയാളത്തിൽ വേറെ വാക്കാണ്, യഥാർത്ഥ ട്രാൻസ്ലേഷൻ ഞാൻ പറഞ്ഞത് അല്ലേ. നമ്മൾ പലപ്പോഴും നമ്മുടെ സോളുകളൊക്കെ പൈശാചിക ലോകത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇത് പഠിക്കണമെങ്കിൽ വേറൊരു വാക്യം ഹൃദയത്തിലേക്ക് ഓടി വരികയാണ്. മുടിയായ പുത്രൻ പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അത് ആ മുടിയായ പുത്രൻ വേറെ ആരുമല്ല, അത് ആദത്തെ കുറിച്ചാണ്. എപ്പോഴും കർത്താവ് അനുവദിച്ചാൽ പഠിക്കാം അതിനെ കുറിച്ച്. അവർ രണ്ട് കാര്യം, ഒന്ന് ഞാൻ മരിച്ചവനായിരുന്നു, രണ്ട് ഞാൻ കാണാതെ പോയിരുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ മനസ്സുകൾ നമ്മുടെ കയ്യിൽ കിട്ടാതെ വണ്ണം പറന്നിരിക്കുക. പലപ്പോഴും നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സുകളൊക്കെ നമ്മുടെ കൈ കിട്ടുന്നില്ല. നമ്മുടെ കണ്ണുകൾ പോലും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. വരും ദിവസങ്ങളിൽ ലോകത്തിലുള്ളതിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതെടുക്കും നമ്മൾ. നമ്മുടെ കണ്ണുകളോ നമ്മുടെ മനസ്സുകളോ നമ്മുടെ കരങ്ങളിൽ അല്ലെന്നേ. ഹല്ലേലൂയ. കാരണം നമ്മുടെ സോളിഷ് തലത്തിൽ വാഴുന്നത് പൈശാചിക ലോകമാണ്. ഞാൻ ഡെലിവറൻസ് തന്നെയാ ക്ലാസ് തന്നെ അല്ലേ. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടായിരുന്ന കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. അതുകൊണ്ട് ഈ ലോകത്തിനകത്തൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. പിശാചാണ് ഭരിച്ചത്. അതുകൊണ്ട് നമുക്കറിയാം പിശാച് വെച്ചിരിക്കുന്ന സിസ്റ്റം. അത് മതങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതാണ് യഥാർത്ഥത്തിൽ വേൾഡ് ലോകം എന്ന് പറയുന്നത്. ആമേൻ. എന്നാൽ ഞാൻ വീണ്ടും ഓർപ്പിക്കാം, ലോകത്തിന് ഒരുപാട് വാക്യങ്ങൾ ബൈബിളിലുണ്ട്. ഒരുപാട്. കോസ്മോസ് എന്ന വാക്കാണിത്. ഞാൻ കുറിച്ച് പറയും. ഈ കോസ്മോസ് അല്ലാതെ ലോകമെന്ന് പറയുന്ന വേറെ ഒരുപാടുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തെ ലോകമെന്ന് വിളിച്ചിട്ടുണ്ട്, ചില സമൂഹങ്ങൾ ലോകമെന്ന് വിളിച്ചിട്ടുണ്ട്, ചില യഹൂദന്മാരുടെ കൂട്ടത്തെ ലോകമെന്ന് വിളിച്ചിട്ടുണ്ട്, പാപം ചെയ്ത് ദൂരെ പോയ മക്കളെ ലോകമെന്ന് വിളിച്ചിട്ടുണ്ട് അല്ലെ, നമ്മെ ലോകം എന്ന് വിളിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിന് എഴുത്തുകാരുടെ വാക്കുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ കോസ്മോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ വേൾഡ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ അധീനതയിലുള്ള ലോകത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എല്ലാം ലോകമല്ല, ലോകത്ത് ഒരുപാട് കാര്യമുണ്ട്, കൂട്ടങ്ങളുണ്ട്. അത് ഞാൻ വിട്ടുപോകുക, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ. പെർഗമോസ് സഭയോടൊക്കെ പറഞ്ഞതുപോലെ ഈ ലോകം സാത്താന്റെ സിംഹാസനമുള്ളവർ നമ്മൾ അറിയുന്നു. ഈ പെർഗമോസ് സഭയോട് പറഞ്ഞില്ലേ, ഈ ലോകത്ത് ആരുടെ സിംഹാസനമാണ്? സാത്താന്റെ സിംഹാസനമാണ്. ഭൂമി നാം പണ്ട് പഠിച്ചിട്ടുണ്ട്. ഭൂമിയെ വാടുന്നത് സാത്താനല്ല അല്ലേ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളത്. മറന്നു പോകരുത്, ഭൂമിയും അതിന്റെ പൂർണ്ണതയും. അതുകൊണ്ട് നമ്മൾ രാത്രി കാലങ്ങളിൽ പ്രെയർ റൈഡുകൾ, നമ്മൾ വരും ദിവസം അതിൻ്റെയൊക്കെ ഇനി ശക്തി കൂടാൻ പോവുകയാണ്. പ്രയർ റൈഡുകളൊക്കെ ഇനി പണ്ടൊക്കെ കുറച്ച് കുറവാണ്. പക്ഷെ ഓരോ പരിശോധനയിൽ കൂടി കടന്നു വരുമ്പോൾ ബലം പ്രാപിക്കുക നമ്മൾ. നമ്മുടെ ചിന്തകളൊക്കെ മൂർച്ച കൂടുകയാണ്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മൂർച്ച കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നത്, ഭൂമി നമ്മുടെ കർത്താവിൻ്റെതാ. ചില സ്ഥലങ്ങളിലൊക്കെ പിശാച് കെട്ടിവെച്ച് ബന്ധിച്ച് അവിടുത്തെ ജനങ്ങളെയൊക്കെ അവരെ ബുദ്ധിമുട്ട് കെട്ടിവെച്ചിരിക്കുന്ന വരും ദിവസങ്ങളിൽ നമ്മൾ ഇറങ്ങാൻ പോവുക, ലോകത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അത് ശരി തന്നെയാ ഒരു സൈഡിൽ അല്ലേ. അപ്പൊ ഭൂമി ദൈവത്തിൻ്റെതാ. അതുകൊണ്ട് നമ്മൾ ശ്വാസിക്കുമ്പോൾ അതൊക്കെ വിട്ടുപോകുന്നു, അവിടുന്ന് ജനങ്ങൾ വിടുവിക്കപ്പെട്ടു വരുന്നത്. ഹല്ലേലൂയ. ഒന്നുമാകട്ടെ, വിട്ടുപോകുന്നു. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ആഴമായി പഠിച്ചതാണ്. ഞാനിത് ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. മാർക്കോസും മത്തായിയും പഠിപ്പിച്ച രണ്ട് വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പഠിച്ചായിരുന്നു അല്ലേ. മാർക്കോസും മത്തായിയും തമ്മിൽ പറയുന്ന ചില വ്യത്യാസങ്ങൾ, ചില വള്ളിക്കും പുള്ളിക്കുമുള്ള വ്യത്യാസങ്ങൾ. മാർക്കോസ് പറഞ്ഞ ഇഹലോകത്തിലെ ചിന്തകളും ദേഹത്തിന്റെ പഞ്ചലും മറ്റു വിഷയമോഹങ്ങളും വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി. നിഷ്ഫലം അല്ലേ. മറ്റേത് മത്തായി പറയുമ്പോൾ വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി. ചെറിയൊരു വള്ളിയും പുള്ളിയും വ്യത്യാസമാണ്. നിഷ്ഫലമായി, നിഷ്ഫലനായി എന്ന് പറഞ്ഞാൽ ഇഹലോക ചിന്തകൾ എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ മനസ്സിലേക്ക് വന്നു പെട്ടാൽ, പഠിച്ചത് കഴിഞ്ഞാണ് വിട്ടു വേഗത്തിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇഹലോക ചിന്തകൾ എന്റെ ഹൃദയത്തിലേക്ക് വന്നാൽ, ഒന്നാമത് ഞാൻ നിഷ്ഫലനായി തീരുന്നു. എനിക്ക് ദൈവത്തിന് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. കൃപാവരം എന്റെ അകത്തുണ്ട്, പരിശുദ്ധന്മാരുടെ അഭിഷേകം എന്റെ മേലുണ്ട് അല്ലേ, ആത്മസ്നാനം എന്റെ മേലുണ്ട്, എല്ലാം എന്റെ മേലുണ്ട്. പക്ഷെ എനിക്ക് ദൈവത്തിന് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. ആത്മാവിന്റെ ഫലം ആ ഫലമൊക്കെ നമ്മുടെ അകത്തുണ്ട്. പക്ഷെ നമുക്കത് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം ഈ ലോകത്തിലെ ചിന്തകൾ എന്നെ ഞെരുക്കി കളയുകയാണ്.
ഈ ലോക ചിന്തകൾ എന്നെ ഞെരുക്കിയിട്ട് ഞാൻ നിഷ്ഫലനായി തീരുകയാണ്. ബാക്കി മനസ്സിലായോ? എന്നാൽ മത്തായി പറയുമ്പോൾ മുള്ളുകളുടെ ഇടയിൽ വിതക്കപ്പെട്ടതോ, നമുക്ക് വചനം പഠിച്ചതാ, മുള്ളുകളുടെ ഇടയിൽ വചനം വന്ന് വീണ് കഴിഞ്ഞാൽ ആ വചനത്തിന് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അല്ലോ, വചനം എൻ്റെ അകത്ത് വീണു. എത്രയോ 25 വർഷമായി കാണാം വിശ്വാസത്തിൽ വന്നിട്ട്. എത്രയോ വചനങ്ങളാണ് ഓരോ ദിവസവും കേൾക്കുന്നത്. എത്രയോ സൺഡേകളിൽ എത്രയോ ആയിരക്കണക്കിന് വചനങ്ങളാണ് കേട്ടത്. പക്ഷേ പലപ്പോഴും ഒന്നുപോലും നമ്മുടെ ഹൃദയത്തിൽ ജീവനാകുന്നില്ല. കാരണം മുള്ളുകൾ കിടക്കുകയാണ്, അല്ലേ? കഴിഞ്ഞ ദിവസങ്ങൾ അല്പമായി പഠിച്ചതാണ് എന്താണ് മുള്ളുകൾ എന്നൊക്കെ, അല്ലേ? അപ്പോ ആ മുള്ളുകളുടെ ഇടയിൽ വചനം വീണാൽ ആ വചനത്തിൽ എന്തുണ്ട്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നമ്മൾ വാക്യം പണ്ട് പഠിച്ചിട്ടുണ്ട്. എന്റെ വചനത്തിന് ജീവനും ആത്മാവും അടങ്ങിയിരിക്കുന്നു. എന്റെ വചനത്തിലല്ലേ? വചനത്തിനകത്ത് ജീവനും ആത്മാവും കിടക്കുകയാണ്. അപ്പോൾ ആ വചനത്തിലെ ജീവൻ എന്നിലേക്ക് വരുന്നില്ല. നമ്മൾ വചനം കേൾക്കുന്നവരാ. ആ വചനം എന്റെ അകത്ത് വന്നിട്ട് ആ വചനത്തിനകത്തുള്ള ജീവൻ ഞാൻ പ്രാപിച്ചിട്ട് ആ ജീവനാണ് എന്നിൽ ഒഴുകുന്നത്. തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവനദികൾ എന്നിൽ നിന്ന് ഒഴുകുന്നത്. ആ സുവിശേഷമാണ് അനേകരെ സൗഖ്യമാക്കുന്നത്, അനേകരെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്നത്, അനേകരെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്നത്. ഹല്ലേലൂയ. ബുദ്ധിയിൽ പഠിച്ച വചനങ്ങൾക്ക് ജീവനില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? വചനത്തിനകത്തുള്ള ജീവനെയും ആത്മാവിനെയും പ്രാപിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറയും, ഇന്ന് രാവിലെ എക്സാമ്പിൾ പറയാം. ഇന്ന് രാവിലെ നമ്മളൊരു 5 ഇഡ്ഡലി കഴിച്ചത് വിചാരിച്ചോ? ആ ഇഡ്ഡലി മെഴുകി കളഞ്ഞാൽ ഒരു ഗുണവുമില്ല. പക്ഷെ അത് ചവച്ചരച്ച് അല്ലെ ഇറക്കി അതിനകത്തുള്ള പ്രോട്ടീൻ കാണുമായിരിക്കും, എനിക്കറിയാൻ പറ്റില്ല. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, പ്രോട്ടീനോ എന്തൊക്കെ സാധനങ്ങളില്ലേ, എന്നും ആകട്ടെ ആ വിറ്റാമിനുകൾ ആ വൈറ്റമിൻസ് മുഴുവനും ഞാൻ എൻ്റെ അകത്തേക്ക് ഇറക്കിയിട്ട് അതെനിക്ക് ശക്തി തരികയാണ്. ഒരു ഉച്ചവരെ ഓടുവാനുള്ള ശക്തി എനിക്ക് ലഭിക്കുകയാണ്. അതുപോലെ ഞാൻ കേൾക്കുന്ന വചനങ്ങൾ, ഞാൻ വായിക്കുന്ന വചനങ്ങൾ, പ്രാപിക്കുന്ന വചനങ്ങൾ, അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ജീവനും ആത്മാവിനെയും ഞാൻ പറിച്ചെടുക്കുകയാണ്. അത് ധ്യാനിക്കുക. വചനത്തെക്കുറിച്ച് തന്നെ മണിക്കൂറുകൾ, എത്രയോ മണിക്കൂർ ക്ലാസ് നമുക്കുണ്ട്. മന്ന എന്ന് പറയുന്ന ബൈബിൾ ക്ലാസ്സും ഡെയിലി ബ്രെഡ് എന്ന് പറയുന്ന ബൈബിൾ ക്ലാസ്, വ്യത്യസ്തമായ ക്ലാസ്സുകൾ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ക്ലാസ് നമുക്കുണ്ട്. കാരണം വചനം വളരെ ഇമ്പോർട്ടന്റ് ആയ വിഷയമാണ്. പറഞ്ഞർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ആ വചനത്തിൽ നിന്നുള്ള വചനത്തിലെ ആ ജീവനും ആത്മാവും ഞാൻ പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നീട് എന്നെ ഒഴുകുന്നത് വെറും അക്ഷരങ്ങളിലുള്ള ലോഗോസ് അല്ല പോകുന്നത്, റേമയാ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ, താഴ്ന്നിരിക്കുന്നവരോട് സംസാരിക്കുമ്പോൾ, അല്ലെ എന്താ പറയാ, താഴ്ന്നിരിക്കുന്നവരോട് സംസാരിക്കുമ്പോൾ, അങ്ങനെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എന്റെ അകത്ത് നിന്ന് പുറപ്പെടുന്നത് ലോഗോസ് അല്ല, വെറും അക്ഷരങ്ങളല്ല പോകുന്നത്. റേമ എന്ന് പറയുന്ന ആ ജീവനും ആത്മാവും പ്രാപിച്ചത് റിലീസ് ചെയ്യപ്പെടുകയാണ്. അതെന്റെ സ്വഭാവമായി മാറുകയാണ്, അത് ഞാൻ തന്നെയായി മാറുകയാണ്. അതാണ് യഥാർത്ഥ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും അനുവദിച്ചാൽ ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് കർത്താവ് പഠിക്കുന്നത് നമുക്ക്. അപ്പൊ അതുകൊണ്ട് 1, ഞാൻ നിഷ്ഫലനായിത്തീരുന്നു. 2, എന്നിനകത്ത് വന്ന വചനം അത് നിഷ്ഫലം, ആ വചനത്തിന് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. വചനം എന്ന് പറഞ്ഞാൽ അത് ജീവനുള്ളതാണ്. പണ്ട് ഈ മമ്മിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വീട്ടിലുള്ള മമ്മീനെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞത്, ഈ ശത്രുവായ ശവത്തെ കുറിച്ചല്ലേ. എത്രയോ 2500 വർഷങ്ങൾക്ക് ശേഷം ബൈബിളിൽ വായിച്ചതാ. ആ മമ്മിയുടെ പെട്ടിക്ക് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് പരിപ്പ്, പയറ്, കടല എന്നൊക്കെ പറയുന്ന ധാന്യങ്ങൾ അതിനകത്ത് വെച്ചിരുന്നു. 2500 വർഷം കഴിഞ്ഞ് ആ മമ്മിയുടെ പെട്ടി തുറന്നപ്പോൾ ആ മണികൾ, ധാന്യങ്ങൾ അതുപോലെ ഇരിക്കുകയായിരുന്നു. കാരണം അവർക്ക് ഗ്രീക്കിന്റെയും അല്ലെങ്കിൽ ബാബിലോണിലെ സാമ്രാജ്യത്തേക്ക് അവർക്ക് വിശ്വാസമുണ്ട്. അവർ മരിച്ചാൽ അവർക്ക് പിന്നീട് പുനർജന്മമുണ്ടെന്നും ആ രാജ്യത്തിലേക്ക്, നാട്ടിലേക്ക് പോകുമ്പോൾ അന്ന് അവർക്ക് കഴിക്കുവാനായിട്ട് ഭക്ഷണത്തിന് വേണ്ടിയാണ് ഇവർ ധാന്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ആ ബോധം പോലും ദൈവസഭയ്ക്കില്ല. ആ വിശ്വാസം പോലും, പ്രത്യാശ പോലും ഇന്ന് ദൈവസഭയ്ക്കില്ല. ഉള്ള കാര്യം ഞാൻ പറയാം, അത് ഉള്ള കാര്യം പറയാം. അവർക്കുള്ള ജാതീയ മക്കൾക്കുള്ള എന്താ പറയുക, ഒരു ഗുണവും ഇല്ലാത്ത അവരുടെ പ്രത്യാശക്കല്ലേ, അത് അവർക്ക് പോലും എന്തുണ്ട്, അവർ വീണ്ടും ജനിക്കുമെന്നും അവരുടെ നാട്ടിലേക്ക് പോകുമ്പോൾ വിതച്ച് കൊയ്തെടുക്കുവാനുമുള്ള ഒരു വലിയൊരു പ്രത്യാശ അവർക്കുണ്ട്. ഇതുമാകട്ടെ അങ്ങനെ ആ നെൽമണികൾ, അല്ലെങ്കിൽ എന്താ പറയുക, ആ നെൽമണികളും ധാന്യങ്ങളൊക്കെ പുറത്തെടുത്ത് എത്രയോ 2500 വർഷത്തിന് ശേഷമുള്ള ധാന്യങ്ങളാ എടുത്ത് സയന്റിസ്റ്റുമാര് അത് വിതച്ചു. അവർ വിചാരിച്ചതൊക്കെ അതിനകത്തുള്ള ജീവൻ നഷ്ടമായെന്ന്. പക്ഷെ ഇല്ല, അത് വിതച്ചിട്ട് സമയപരിധിയും കഴിഞ്ഞു, മുളക്കാതെ വന്നപ്പോൾ വീണ്ടും അവർ ഒന്നും കൂടി പരിശോധിച്ചു നോക്കി, വീണ്ടും അവർ വിതച്ചു. പക്ഷേ ദിവസങ്ങൾക്ക് 28-30 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സുപ്രഭാതത്തിൽ അതിന് ജീവൻ പുറത്തു വന്നിരുന്നു. ഞാൻ പറഞ്ഞത്
ഈ ഒരു മണിക്ക് ഇത്രയും വർഷങ്ങൾ ഈ ധാന്യങ്ങൾക്ക് 2500 2600 വർഷങ്ങളുടെ പഴക്കമുള്ള ധാന്യങ്ങൾക്ക് അതിനകത്ത് ജീവൻ പൊട്ടിപ്പുറത്തു വരാൻ കഴിയുമെങ്കിൽ ഈ വചനത്തിനകത്ത് കിടക്കുന്ന ജീവന് പൊട്ടി വരാൻ പുറത്തു വരാൻ കഴിയില്ല സഹോദരങ്ങളെ. നമ്മുടെ അകത്തുള്ള വചനത്തിലെ ജീവൻ അത്രമാത്രമാണ്. അത് ജീവൻ കൊടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലാദികൾ നമ്മിൽ നിന്ന് ഒഴുകുകയാണ്. ഹല്ലേലൂയ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ അകത്ത് വന്ന വചനത്തിന് ആ വചനത്തിന് ജീവനും അവന്റെ ആത്മാവിനും പ്രാപിച്ചു കഴിഞ്ഞാൽ അത് എന്നിൽ നിന്ന് ഒഴുകുന്നത് മരിച്ചവരെ പോലെ ഉയർപ്പിക്കാൻ കഴിയുന്ന ജീവനാണ്. അതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുപാട് പഠിച്ചതാണ്. ലോകത്തെ അനുഭവിക്കുന്നവൻ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ, പഠിച്ചതാണല്ലേ. ഈ ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെ ആയിരിക്കണം. കർത്താവിന് അറിയാം. ഒരുപക്ഷെ ഈ വാക്യം പൗലോസ് എഴുതി വെക്കുമ്പോൾ ഒരുപക്ഷെ പൗലോസ് പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കാതിരിക്കുന്നത് പോലെ നിങ്ങളും വിവാഹം കഴിക്കാതിരുന്നാൽ കൊള്ളാമായിരുന്നു. കാരണം ഈ ലോകത്തിൽ നിന്ന് നാം എന്തെടുത്താലും അതിന്റെ ഭവിഷ്യത്തുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഞാനൊക്കെ എന്റെ അടുത്ത് കൗൺസിലിംഗ് വന്നാൽ ഇപ്പൊ പുതിയ ഒരു കുഞ്ഞുങ്ങൾ ആണും ചെക്കനും പെണ്ണും കല്യാണത്തിന് വന്നാൽ ഞാൻ അവരോട് ആദ്യം പറയുന്ന കാര്യം, മക്കളെ നിങ്ങൾ കല്യാണം കഴിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ ഇഷ്ടംപോലെ കൗൺസിൽ ചെയ്തിട്ട് ഒരുപാട് ഞാൻ അവരോട് ആദ്യം പറയുന്നത്, നീ കഴിക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലത്. കാരണം ഈ ലോകത്തിൽ കഴിച്ചാൽ കഷ്ടതയുണ്ട്. കാരണം ഉടമ്പടി വാചകം ഏറ്റുപറഞ്ഞ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷേ ഓരോ അനുഭവിക്കുന്നവരാ എന്റെ മുമ്പിലുള്ളവര്. അങ്ങനെയൊന്നും വലിയ നല്ല പുള്ളികളൊന്നും ഇവിടെ ആരുമില്ല അല്ലെ. ഇതൊക്കെ ഓരോ ദിവസം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. നീ ദൈവത്തിന് ഫലം കായ്ക്കാൻ നിനക്ക് ആഗ്രഹമാണെങ്കിൽ നീ അത് ചെയ്യണം. നീ കൃപ ദൈവത്തോട് ചോദിച്ചു വാങ്ങണം. ഇല്ല, വേറെ വഴിയില്ലെങ്കിൽ ചെയ്തോ എന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ പറഞ്ഞ അർത്ഥം എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇതേ അർത്ഥത്തിൽ തന്നെയാ പൗലോസ് എഴുതിച്ചിരിക്കുന്നത്. ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും. നീ വിവാഹം കഴിച്ചവരാണെങ്കിൽ ഈ നിന്റെ ഭാര്യയെ അല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ നീ പ്രസാദിപ്പിക്കാൻ പോയാൽ കഷ്ടമുണ്ട്. പൗലോസ് നല്ലോണം എഴുതി വെച്ചിരിക്കുക അതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. കാരണം അറിയാമോ, ഇതെല്ലാം അഴിയാൻ പോകുകയാണ്. ഈ ലോകത്തിലെ രൂപം അഴിഞ്ഞു പോകാൻ പോകുക. ഇംഗ്ലീഷ് ബൈബിൾ പഠിച്ചാൽ, KJV പഠിച്ചാൽ ഫാഷൻ ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിലൊരു ഫാഷൻ ഉണ്ട്. പഠിച്ച ഓർമ്മയുണ്ടോ? അത് നല്ല വാക്കാണ്, ഫാഷൻ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിലെ ഫാഷൻ ഒഴിഞ്ഞു പോകാൻ പോകുകയാ. ഈ കാണുന്നതെല്ലാം ഫാഷനാണെന്നേ. പേരും പെരുമകളും പഠിക്കാൻ പോകുകയാണ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ. പേരും പെരുമകയും ജഡത്തിന്റെ പ്രവൃത്തികളും ആഗ്രഹങ്ങളും എല്ലാ ചിന്തകളൊക്കെ നമുക്കറിയാം. അത് ഈ ലോകം നമുക്ക് തരുന്ന ഫാഷനാണത്. നമ്മളെ ഒരു വിശ്വാസിയാണെങ്കിൽ നമ്മുടെ അകത്ത് 2 മനുഷ്യനുണ്ട്, ഇന്നർ മാനും ഔട്ടർ മാനും. നമ്മൾ അല്പമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിയുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുമ്പോൾ നമുക്ക് പിന്നീട് പഠിക്കാം. കുഞ്ഞുങ്ങളെ, ബാല്യക്കാരെ, പിതാക്കന്മാരെ എന്ന് അപ്പോസ്തലനായ യോഹന്നാൻ എഴുതി വെക്കുമ്പോൾ ഈ ഓരോ തലങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ അകത്ത് ഭയങ്കര സ്പിരിച്വൽ വാർഫെയർ, ആത്മീയുദ്ധമാണ് നമ്മുടെ അകത്ത് സംഭവിക്കാൻ പോകുന്നത്. അതിനർത്ഥം നാം വളർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം ഇതുവരെ കാണാത്ത പാപത്തിന്റെ വല്ലാത്ത പിരിമുറുക്കങ്ങൾ എനിക്ക് പഠിക്കാം. അതേക്കുറിച്ചും നമ്മുടെ ഈ ലോകത്തെക്കുറിച്ചുള്ള ക്ലാസ്സിൽ വരുന്നുണ്ട് നമുക്ക്. പിരിമുറുക്കങ്ങൾ നമുക്ക്. കാരണം ഈ ലോകത്തിലെ ഫാഷൻ പലപ്പോഴും നമ്മളെ പിടിച്ച് നമ്മളെ ആകർഷിപ്പിക്കുമ്പോൾ അവിടെയെല്ലാം നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന ആ പുതുമനുഷ്യൻ അതിനോട് പ്രതികരിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും കൂട്ടു നിൽക്കാൻ സമയമില്ല നമുക്ക്. കർത്താവ് വരാൻ സമയമായി. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഇത് ഇന്നലെ ഒഴിഞ്ഞു നിൽക്കാനാ പ്രേരിപ്പിക്കുന്നത്. അത് വിവാഹമാകാം അല്ലെ മറ്റെന്തുമാകാം എന്ന് പറഞ്ഞ് കൃപയില്ലെങ്കിൽ നമ്മള് ചെയ്തേക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, വിട്ടുപോകുന്നു. നമ്മൾ എഫെസ്യർ 2-ാം അധ്യായം പഠിച്ചതാണ് അല്ലേ. അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉറപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിലെ കാലഗതിയെയും ആകാശ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ അനുസരിച്ച് പോകുന്നു. ഞാൻ പഠിച്ചതാണ്, ഞാൻ വിട്ടുപോകുന്നു. അവിടെ പറയുന്നു ഈ ലോകത്തിലെ കാലഗതി. ഇംഗ്ലീഷ് ബൈബിൾ പഠിച്ച് KJV പഠിച്ചാൽ കോഴ്സ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന് കോഴ്സാണ്. നമ്മളെ ഈ ഭൂമിയിൽ ജനിപ്പിച്ച്, ഒരു മതത്തിനകത്ത് ജനിപ്പിച്ച്, മതസമ്പ്രദായങ്ങളിൽ ജനിപ്പിച്ച്, ചെറുപ്പം മുതൽ മറ്റുള്ളവനെ തോൽപ്പിച്ചുകൊണ്ട് അല്ലെ, എന്താ മറ്റു വാക്കുണ്ടല്ലോ, അവന്റെ മേൽ തോൽപ്പിച്ച് മുന്നേറാമാവുന്നൊരു വാക്ക് നാട്ടുഭാഷ പറയുന്നത് നമുക്ക് അല്ലെ. ഏത് വിധേനയും മറ്റുള്ളവരെ തോൽപ്പിച്ച് അല്ലെ സ്ഥാനമാനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു വല്ലാത്തൊരു കോഴ്സുകൾ നമ്മളൊക്കെ വളർന്നു വന്നവര്. അങ്ങനെയല്ല നിങ്ങളെല്ലാവരും.
ബാല്യം മുതൽ അങ്ങനെയല്ലേ പഠിപ്പിച്ചത് നമ്മളെ? അതെ, എങ്ങനെയായാലും കുഴപ്പമില്ല, അവനെ തലയെ ചവിട്ടിടാൻ കുഴപ്പമില്ല, നമുക്ക് കയറണം, നമുക്ക് വലിയവനാകണം, അല്ലേ? ഇതുപോലെ ഒരുപാട് കോഴ്സുകൾ. അതുകൊണ്ട് കോഴ്സ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിലെ കോഴ്സുകളിൽ പഠിച്ചവരാണ് നമ്മളെല്ലാവരും. ഇന്ന് നമ്മൾ ആ കോഴ്സ് അല്ല പഠിക്കുന്നത്, ദൈവ കുഞ്ഞുങ്ങളാകാൻ പഠിച്ചുകൊണ്ടിരിക്കുക നമ്മളെല്ലാവരും. അവന്റെ സ്വഭാവത്തോട് അനുരൂപരാകാൻ പഠിച്ചുകൊണ്ടിരിക്കുക നമ്മളെല്ലാവരും. ഹല്ലേലൂയ. അതുകൊണ്ടാ ഓക്കെ നമ്മളോട് കടന്നു പോകുന്നു. ഓക്കെ, നമ്മൾ അവിടെ വരെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മുടെ നീണ്ട കുറച്ച് ഇടവേളയ്ക്ക് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് നിങ്ങളുടെ ചിന്തയിലേക്ക് ഒന്ന് കൊണ്ടുവന്നതാണ്, ലോകം എന്താണെന്നും ലോകത്തിനെ കുറിച്ചും. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഈ ലോകത്തെ ജയിച്ചടക്കുവാൻ. വെളിപ്പാട് 11-ാം വാക്യം പറയുന്നു, അവർ കുഞ്ഞാട് രക്തം ഹേതുവായും തങ്ങളുടെ വായിലെ സാക്ഷ്യ വചനത്താലും അവർ അവനെ ജയിച്ചു, അല്ലേ? പിശാചിനെ തൊട്ടുപോളി പറയുക, ആരാണ് അവൻ? പിശാച്, പൈശാചിക ലോകം. അവർ അവനെ ജയിച്ചു. തൊട്ട് താഴെ പറയുക, അവർ മരണപര്യന്തം അവരവരുടെ പ്രാണനെ സ്നേഹിച്ചത്. വായിച്ചിട്ടില്ല നിങ്ങൾ? ആ വാക്യങ്ങൾ മനോഹരമായ വേദവാക്യമാണ്. അവർ മരണപര്യന്തം നമ്മുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ലോകത്തിലുള്ള അധിപതിയെ ജയിക്കണമെങ്കിൽ പ്രാണനോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ആ കാര്യങ്ങളെല്ലാം. ഓക്കെ, പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഈ ലോകത്തിന് അധിപതിയായ പിശാചിനെ ജയിക്കണമെങ്കിൽ പ്രാണനോട്, നമ്മുടെ ദേഹിയോടുള്ള ബന്ധപ്പെട്ട് കിടക്കുക. അല്പമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കും. യോഹന്നാൻ ലേഖനത്തിലേക്ക് കടന്നു വരാം. നമുക്ക് 2-ാം അധ്യായം 15 മുതൽ 15-17 വാക്യങ്ങൾ പഠിക്കുമ്പോൾ 2 കാര്യങ്ങൾ നമുക്കറിയാം. 16-ാം വാക്യം ഞാൻ തുടർന്ന് പിന്നീട് പഠിക്കും ആഴമായിട്ട്. ലോകത്തെയും ലോകത്തിലുള്ളവരെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും, 2 കാര്യങ്ങൾ, അല്ലേ? ലോകമെന്താ? ഈ ഭൂമിക്കകത്ത് വാഴുവാൻ നമ്മളെ വെച്ചതാണ് ദൈവം മനുഷ്യനെ 5 കിങ്ഡത്തിന്മേൽ. ഫിഷ് കിങ്ഡം, അനിമൽ കിങ്ഡം, റെപ്റ്റൈൽ കിങ്ഡം, അല്ലെ? പ്ലാനറ്റ് കിങ്ഡം, ബേർഡ്സ് കിങ്ഡം എന്ന് പറയുന്ന 5 രാജ്യങ്ങളുടെ മേൽ വാഴുവാൻ വെച്ചിട്ട് 6ാമത്തെ കിങ്ഡത്തിൽ എന്നെയും ഭൂമി മനുഷ്യനാക്കി വെച്ചു. 7th കിങ്ഡമായ ദൈവരാജ്യം. ഞാൻ ഈ പറയുന്നതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്, യഥാർത്ഥത്തിൽ ദൈവരാജ്യം നമ്മെ ഭരിക്കണം. 7th കിങ്ഡമാണ് നമ്മളെ ഭരിക്കേണ്ടത്. അത് ഞാൻ ഈ വാക്യം പറഞ്ഞു പോയെന്നുള്ളൂ. കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്ന ക്ലാസ്, കിങ്ഡം ദൈവരാജ്യം എന്ന് പറയുന്ന ക്ലാസ് നമുക്കുണ്ട്, ഒരു ആഴമായ ക്ലാസ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അതാണ് ക്രിസ്തു പറഞ്ഞ സുവിശേഷം. അതാണ് നീ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് ഭൂമിയിൽ 3.5 വർഷക്കാലം വന്ന് പ്രസംഗിച്ച സുവിശേഷം ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവരാജ്യം. ഞാൻ അതിനെക്കുറിച്ച് തുടങ്ങിയിട്ട് പോലുമില്ല. എനിക്ക് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇട്ടാൽ മാത്രമേ ആ ദൈവരാജ്യത്തെ കുറിച്ച് പറയാൻ കഴിയത്തുള്ളൂ. ഇനി നമുക്ക് ഈ ബൈബിൾ ക്ലാസ് അല്ലാതെ നമുക്ക് മറ്റൊരു വചനം പഠിക്കുക, വേറൊരു മേഖല നമുക്ക് അവിടെ ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനു വേണ്ടി ഒരുങ്ങുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളെ പഠിപ്പിക്കും. കാരണം മത്തായി 13-ാം അധ്യായത്തിൽ എന്റെ ഓർമ്മ ശരിയാണ്, ഈ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവരാജ്യത്തിലെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. കാരണം ദൈവരാജ്യത്തിന്റെ വചനം കേൾക്കണമെങ്കിൽ അത് വരമില്ലാത്ത ഒരാൾക്കും ലഭിക്കത്തില്ല. അത് ഞാൻ ഉറപ്പ് പറയാം. ദൈവരാജ്യത്തിന്റെ വചനം കേൾക്കുവാൻ ഇന്ന് ലോകത്തിൽ ഇഷ്ടം പോലെ പ്രസംഗകരുണ്ട്, ബൈബിൾ ടീച്ചർമാരുണ്ട്. പക്ഷേ ദൈവരാജ്യത്തിന്റെ വചനം കേൾക്കണമെങ്കിൽ വരം ലഭിച്ചവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം അത് ഒരു വല്ലാത്തൊരു സാധനമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അന്ന് ലോകത്തിൽ കേൾക്കുന്നത് പോലുമില്ല. അത് വയലിൽ ഒളിപ്പിച്ച നിധി എന്ന മത്തായി 13-ാം അധ്യായം 44-ാം വാക്യം പറയുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇത് ലോകത്തിൽ കേൾക്കാൻ പോലുമില്ല. നിത്യത എന്താണെന്നും ദൈവരാജ്യം എന്താണെന്നും ദൈവജീവൻ വേണ്ടെന്ന് പോലുമാണ് ലോകത്ത് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെയൊക്കെ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ലോകമാണ് നമ്മുടെയൊക്കെ ഈ ചുറ്റും കാണുന്ന ലോകങ്ങളെല്ലാം. അതുകൊണ്ട് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകം സിസ്റ്റം ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിനകത്ത് പിശാച് വെച്ചിരിക്കുന്ന സിസ്റ്റങ്ങളാണ്. അത് പല ദിവസങ്ങളിൽ പഠിക്കും നമ്മൾ. അങ്ങനെ സ്നേഹിച്ചാൽ, ഈ ഒരു ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് പിതാവിന്റെ സ്നേഹം ഇല്ല എന്ന കാര്യം മറന്നു പോകരുത്. പിതാവിന്റെ സ്നേഹം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒന്നിനെയും ജയിക്കാൻ കഴിയത്തില്ല. നമ്മൾ വന്നു പോകാന്നല്ലാതെ ഒരിക്കലും ഒന്നിനെയും ജയിക്കാൻ നമുക്ക് കഴിയത്തില്ല. കാരണം അപ്പോസ്തല പ്രവൃത്തി ആവട്ടെ, ലൂക്കോസ് ആവട്ടെ, ഈ വേദവാക്യം പഠിക്കുമ്പോൾ ബലാത്കാരികൾ ദൈവരാജ്യം ബലാത്കാരം ചെയ്തെടുക്കുന്നു. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്താ ഈ വാക്യങ്ങളൊക്കെ കർത്താവ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? ചുമ്മാ പാട്ടുപാടി കിട്ടുന്നതാണോ? ദൈവത്തെ ആരാധിച്ച കിട്ടുന്ന പരിപാടിയാണത്? അയ്യോ സഹോദരങ്ങളെ, നമ്മൾ വാഞ്ചിക്കപ്പെട്ടിരിക്കുക. ഇത് വീട്ടിൽ പോയി നമ്മൾ ജസ്റ്റ് സഭയിൽ വന്ന് ഞായറാഴ്ച കൂടിയ കിട്ടുന്നതാണോ? അല്ലല്ല. ജസ്റ്റ് വെറുതെ വീട്ടിൽ പോയി എന്തെങ്കിലും കടത്ത് കഴിക്കാൻ വേണ്ടി ബൈബിൾ വായിച്ച് കിട്ടുന്നതാണ് ദൈവരാജ്യം? അല്ല. ദൈവത്തെ ആരാധിച്ച് കിട്ടുന്നതാണ് ദൈവരാജ്യം? അല്ല. ദൈവരാജ്യം ബലാത്കാരികൾ ബലാത്കാരം ചെയ്ത് പിടിക്കുകയാണ്. അതെവിടെയാണ്, എന്താണ്, എങ്ങനെയാണെന്നത് വേറെ കാര്യമാണ്. നീ എൻ്റെ കൂടെ ഉണ്ടോ?
വഞ്ചിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്. ഞാനത് മുൻകൂട്ടി പറയുന്നത് പല ആവർത്തിച്ച് കർത്താവ് ഈ വാക്ക് പറയാൻ കാരണം ഇതുകൊണ്ടാ. ലോകം നമ്മെ ചതിക്കും, വഞ്ചിക്കും. അതുകൊണ്ട് ലോകത്തിലുള്ളവരെയും സ്നേഹിക്കരുത്. സ്നേഹിക്കാൻ പോയാൽ അതെല്ലാം നമുക്ക് നഷ്ടമാകും. കാരണം പിതാവിന്റെ സ്നേഹം നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും. ഹല്ലേലൂയ. നിങ്ങളൊന്നും അറിയണം, നമ്മുടെ സാധാരണ നമ്മുടെ വിശ്വാസിനെ കണ്ടാൽ ഒരു സാധാ മനുഷ്യനെ പോലെയുള്ളത് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ അല്ലേ? സംസാരം മുഴുവനും അയ്യോ നാളെ എങ്ങനെ ജീവിക്കും, മക്കളുടെ ഫീസ് അടച്ചിട്ടില്ല, നാളെ മക്കളുടെ വിദ്യ അല്ലെ, വീണ്ടും വാടക കൊടുത്തിട്ടില്ല. സാധാ മനുഷ്യർ, പ്രാകൃതന്മാർ, നാച്ചുറൽ ഒരു മനുഷ്യൻ പറയുന്ന പോലുള്ള വാക്കുകൾ ഒരു വിശ്വാസിയുടെ വായിൽ നിന്ന് വരുന്നത്. സത്യമേ പറയുന്നത്. അനേക വിശ്വാസികളെയും വായിൽ നിന്ന് വരുന്ന വാക്കുകൾ സാധാ ഒരു ജാതീയ മനുഷ്യൻ, പ്രത്യാശയാത്തവൻ, ആദ്യ പാഠങ്ങളിൽ മരിച്ചുപോയവൻ, മനസ്സിലാവുന്നുണ്ടോ? പറയുന്ന വാക്കുകൾ അനേക വിശ്വാസികൾ എന്ന് വായിൽ നിന്ന് വരുന്ന വാക്കും. കാരണം അവൻ ഇത്രയും ഈ സ്വർഗവുമായി നിരപ്പിച്ചിട്ട്, ആ നിരപ്പിന്റെ ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചിട്ട്, മരണത്തെ ജയിപ്പാൻ കഴിവുള്ള പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് നൽകിയിട്ട്, അവന്റെ അഭിഷേകം, ശക്തി നമ്മുടെ അകത്ത് നൽകിയിട്ട് ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നവരാണ് നമ്മള്. സ്വർഗീയ കൗൺസിലുമായിട്ട് ബന്ധമുള്ളവരാ. പക്ഷേ നമ്മുടെ വാക്കുകൾക്ക് ജീവനില്ല, നമ്മുടെ വാക്കുകൾ പ്രത്യാശയില്ല, നമ്മുടെ വാക്കുകൾക്ക് ഒരു വിശ്വാസമില്ല. ജാതീയ മക്കൾ പറയുന്ന ഒരു വാക്കുകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടത്. ഒന്ന് ഓർത്തു നോക്കിയേ, എത്രമാത്രം അതുപതിച്ചു നമ്മുടെയൊക്കെ ജീവിതങ്ങൾ. ലോകത്ത് ആഗോളമായ സഭയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ആര്? അതിൽ നമുക്കൊരു ബൈബിൾ ക്ലാസ് ഉണ്ട്, ന്യൂ ബർത്ത്, പുതിയ ജന്മം എന്ന് പറയുന്ന ഒരു ബൈബിൾ ക്ലാസ് നമുക്കുണ്ട്. ആഴമായ വലിയ ക്ലാസ്സാണ്, ദൈവരായിട്ടുള്ള പഠിപ്പിക്കുന്ന ക്ലാസ്സാണ് ന്യൂ ബർത്ത്, പുതിയ ജന്മം. ഇതിനകത്തുണ്ട് ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ ജീവൻ, ന്യൂ ബർത്ത്. ഹല്ലേലൂയ. അവൻ ആരാണെന്നും ആ ജീവന്റെ വിത്ത് എന്താണെന്ന് പറഞ്ഞാൽ 1 യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, ദൈവത്തിന് ജയിച്ചവൻ, അവൻ പാപം ചെയ്യുന്നില്ല. 7 കാര്യങ്ങൾ, ലോകത്ത് 7 കാര്യങ്ങളാണ് പറയുന്നത്. ലോകത്തെ ജയിച്ചിരിക്കുന്നു, ജഡത്തെ ജയിച്ചിരിക്കുന്നു. എത്ര വാക്കുകളെന്ന് അറിയാമോ? കാരണം അവന് മാത്രമേ ജയിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. വെറുതെ ചുമ്മാ പോയാൽ കിട്ടുന്ന ദൈവരാജ്യം ബലാത്കാരം ചെയ്ത് പിടിക്കേണ്ടതാണ്. എന്തു പാകട്ടെ, ഞാൻ വിട്ടുപോകുന്നു. അതിൽ പറയാ ഇടയിൽ ഒരു വാക്യമുണ്ട്, 16-ാം വാക്യം. അത് പിന്നീട് നമ്മൾ ചിന്തിക്കും. വാക്യം 17, ലോകവും അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ഈ കാണുന്നതെല്ലാം കോഴ്സ് ഓഫ് ദിസ് വേൾഡ്, അല്ലെങ്കിൽ ഫാഷൻ ഓഫ് ദിസ് വേൾഡ് എന്നൊക്കെ പറയുന്ന എല്ലാം ഒഴിഞ്ഞു പോകാൻ പോകുന്ന, ഈ കാണുന്ന എല്ലാം ഒഴിഞ്ഞു പോകും. ഈ ലോകത്തിൽ നമ്മളെ ആകർഷിപ്പിക്കുന്ന, ഞാൻ ഓരോ എടുത്തു തരാം, നമ്മൾ ആകർഷിപ്പിക്കുന്ന, വശീകരിക്കുന്ന നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ജഡം, നമ്മുടെ പ്രതാപങ്ങളിലേക്ക് ആകർഷിപ്പിക്കുന്ന എത്ര കാര്യങ്ങളാണെന്ന് പറയാം പുറത്ത്. പലപ്പോഴും നമ്മൾ അറിയാതെ പെട്ടുപോകുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അതൊക്കെ നമ്മളൊരു സത്യം അറിയുമ്പോൾ ഇതെല്ലാം ഒഴിഞ്ഞു പോകാനുള്ളതാണെന്നുള്ള സത്യം താൻ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നത്. ഈ കാണുന്ന ലോകമെന്ന് പറയുന്ന പിശാചിട്ടിരിക്കുന്ന ലോകവും അതിൽ ലോകത്തിലുള്ളതും ഇതൊക്കെ ഒഴിഞ്ഞു പോകാൻ പോകുന്നു എന്നൊരു സത്യം നാം തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഇതിനെയൊക്കെ ജയിക്കാൻ തുടങ്ങുന്നത്. ഇല്ലെങ്കിൽ അതോട് ചേർന്ന് നമ്മൾ ജീവിക്കും. ലോക സമ്പ്രദായങ്ങളോട്, ലോകത്തിലെ ആഘോഷങ്ങളോട്, ഉത്സവങ്ങളോട്, അല്ലേ, 1 വെച്ച 2 കിട്ടും, അല്ലെ, ലോകത്തിലെ സിസ്റ്റങ്ങൾ ഒരുപാടുണ്ട്. ഫിനാൻഷ്യൽ മേഖല അതിന് ഒരുപാട് സിസ്റ്റങ്ങൾ ലോകത്തിലുണ്ട്. നമ്മൾ അതിലേക്ക് നമ്മൾ 1 വെച്ച 2 കിട്ടുന്ന പരിപാടിയിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകും. അതൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് യഥാക്രമം നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടാനിടയുണ്ട്. നമ്മളെല്ലാം ഈ ചെറിയ ജീവിതമേ നമുക്കുള്ളൂ. അതെന്തിനു വേണ്ടെന്നറിയാമോ? ആ ദൈവരാജ്യം അവകാശമാക്കാൻ വേണ്ടിയാണ്. ഒരുപാട് ജോലി നമുക്കുണ്ട്. ലോകത്തല്ല, ഇതിനകത്ത് തന്നെ ചെയ്യാൻ നമുക്ക് ഒരുപാടുണ്ട്. ഞാൻ തെളിയിച്ചു തരാം നിങ്ങൾക്ക്. 7 കനാൽ ദേശത്ത് അവകാശമാക്കാൻ ചെല്ലുമ്പോൾ ദൈവം കൊടുത്ത കനാൽ ദേശത്ത് 7 മല്ലന്മാരായ ജാതികളാണ് കിടക്കുന്നത്. അവർ അവിടെ പോയി പാട്ടുപാടി കിട്ടുന്ന പരിപാടിയല്ല ഇത്. യോശുവയോട് ചേർന്ന് ജയിച്ചടക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. വെറും ബാലനായിരുന്ന ദാവീദ് ഗോലിയാത്ത് എന്ന് പറയുന്ന വലിയ മല്ലൻ, അതിന്റെ 9-10 അടി 12 അടിയോളം വരുന്ന അത്രയും വലിയ പൊക്കമുള്ള മല്ലനായ ഒരുത്തന് വെറും ഒരു ചെറിയ കല്ലും കഷ്ണം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ ഈ മർമ്മം എന്താണതൊക്കെ? ഇത് ഏത് മർമ്മമാണതൊക്കെ? ലോകത്തിലെ മർമ്മമാണോ? ഹല്ലേലൂയ. ഒരു അജാനുബാഹുവായ ഒരു 10 അടി പൊക്കമുള്ള 150-200 അടി ആരോഗ്യമുള്ള ഒരുത്തനെ ഒരു ചെറിയ കല്ലെറിഞ്ഞ കൊല്ലുവാൻ കഴിയുമോ നമുക്ക്? ലോകത്തിന് കഴിയത്തില്ല. പക്ഷെ കഴിയും അത്. ഹല്ലേലൂയ. ആ സിസ്റ്റമാണ് എന്റെയും നിങ്ങളുടെയും സിസ്റ്റം. ഹല്ലേലൂയ. ആ സിസ്റ്റത്തിലാണ് ഞാൻ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അത് ദൈവരാജ്യത്തിന്റെ സിസ്റ്റമാണ്. വെറും കല്ലുകൊണ്ട് ആ ഗോലിയാത്തിനെ, ആ ജഡത്തിന്റെ പ്രവൃത്തിയെ കൊല്ലുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വേണ്ട സഹോദരങ്ങൾ നമുക്ക്. അതാണ് ദൈവം നമ്മളെ അതിനുവേണ്ടി വിളിച്ചിരിക്കുന്നത്.
അത് പരിശുദ്ധാത്മാവോട് നമ്മൾ ചെയ്യും. ആഴമായി പരിശുദ്ധാത്മാവും ദൈവസഭയും എന്ന് പറയുന്ന ഒരു വീണ്ടും ക്ലാസ് ഉണ്ട് നമുക്ക്. അതിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ ദൈവകൃപയിലേക്ക്, നമുക്ക് ആ ദൈവത്തിന്റെ വെളിയിലേക്ക് നമ്മൾ ആയി വരാൻ പോകുന്നത്. ഒക്കെ വിട്ടുപോകുന്നു, ലോകോത്തര ഭോഗങ്ങളും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും. ഈ വാക്ക് നിങ്ങൾക്ക് വെളിപാട് ദിവസം പഠിച്ചാൽ 3-4 പിശാചിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, നമ്മെക്കുറിച്ച്, ഈ മൂന്ന് പേരെ കുറിച്ച് എന്നേക്കും എന്ന ഒരു വാക്ക് നമുക്ക് കാണാൻ കഴിയും. വചനം പഠിക്കുന്നവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. പിശാചിനെ കുറിച്ച് പറയുമ്പോൾ എന്നേക്കും അവൻ ദണ്ഡനം അനുഭവിക്കും. ദൈവത്തെക്കുറിച്ച് പറയാം അവൻ എന്നേക്കും നിത്യനായിരിക്കും. നമ്മെക്കുറിച്ച് പറയുമ്പോഴും അതേ വാക്യം തന്നെ, എന്നേക്കും. എത്ര മനോഹരമായ വാക്കുകളാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് അറിയാമോ? ഞാൻ വിട്ടുപോകുന്നു. ഓക്കെ, ഇവിടെ ഈ വാക്യം പഠിക്കുമ്പോൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് പറയുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന വാക്ക് കോസ്മോസ് എന്ന ഗ്രീക്ക് പദമാണ്. അവിടെ അതിന് ലോകത്തെക്കുറിച്ച് ലോകത്തിൽ കൊടുത്തിരിക്കുന്ന ഏക വാക്ക് കോസ്മോസ് എന്ന വാക്കാണ്. അതിന് ഇങ്ങനെയും കൂടി നമുക്കൊരു അർത്ഥം വ്യാഖ്യാനം കൊടുക്കാം. ദൈവത്തെ കൂടാതെ ഒരുവൻ സാത്താന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടിത പ്രവൃത്തിയാണ് ലോകം, അല്ലേ? ഇത് പറയാൻ പോകുന്നത് നമ്മെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം നമ്മൾ അറിയാതെ ഇതിൽ പ്രവർത്തിച്ചു പോകുകയാണ്, ഇതിൽ വീട് കിടക്കുക നമ്മളെല്ലാവരും. സിസ്റ്റം ഉണ്ട്, ഈ ലോകത്തെ സിസ്റ്റം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം ദൈവത്തെ കൂടാതെ നാം ഓരോരുത്തരും ചെയ്യുകയാണ്. നമ്മൾ ആഴങ്ങളിൽ കടക്കാൻ പോവുകയാണ്. ദൈവത്തെ കൂടാതെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ഒരു സംഘടനകാവട്ടെ, കർത്താവിന്റെ വേലയാകട്ടെ, എന്തുമാകട്ടെ, ഒരു വീട് പണിയുന്നതാകട്ടെ, ഒരു ബിസിനസ് ആകട്ടെ, എന്ത് മേഖലയാവട്ടെ, അവിടെയൊക്കെ ദൈവത്തെ കൂടാതെ നാം ചെയ്യുന്നുവെങ്കിൽ നോക്കിയേ, അവിടെ പ്രവർത്തിക്കുന്നത് എന്റെ സോളാണ്, എന്റെ സ്വയമാണ്. ആണോ ഇല്ലയോ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ദൈവത്തെ കൂടാതെ ഞാൻ എന്ത് ചെയ്താലും അവിടെ പ്രവർത്തിക്കുന്നത് എന്റെ സ്വയം, എന്റെ ദേഹിയാണ്, എന്റെ ദേഹിയ. ആ സോൾ എവിടെയാ കിടക്കുന്നത്? അദൃശ്യലോകത്തിൽ, പൈശാചിക ലോകത്തിൽ. പഠിച്ചത് ഓർമ്മയുണ്ട്, പഴയ ട്രിനിറ്റി ഓഫ് മാൻ എന്ന് പറയുന്ന ക്ലാസ് നിങ്ങൾക്ക് ഇപ്പോൾ അത് മനസ്സിലാകും. ഞാൻ ഈ പറയുന്ന ക്ലാസ് നമ്മളിത് എന്തുകൊണ്ടാണ് തുടക്കത്തിൽ ആ ക്ലാസ് എടുത്തത് വെച്ചാൽ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോകത്തിൽ കേൾക്കാത്ത പല കാര്യങ്ങളും അവിടെ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ക്ലാസ് കേട്ടിരുന്നെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളകത്തെ കൊണ്ടുവരും. കാരണം ഈ ദൈവത്തെ കൂടാതെ എന്ന് പറയുമ്പോൾ തന്നെ എന്റെ സ്വയമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആ സ്വയത്തിന് മേൽ വാഴുന്നത് ദൈവമായിരിക്കത്തില്ല, അവിടെ പൈശാചിക ലോകമായിരിക്കും. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് ദൈവരാജ്യം എന്റെ ഹൃദയങ്ങളിൽ, എന്റെ സോളിൽ വാഴുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു കുലീനായ മനുഷ്യൻ ദൈവരാജ്യം രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരാൻ വേണ്ടി ദൂരയാത്ര പോയി. 10 ദാസന്മാർക്ക് 10 റാത്തൽ വെല്ലു കൊടുത്തു. അതിൽ 7 പേരും പറഞ്ഞത്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് യോഗ്യമല്ല എന്ന് പറഞ്ഞു. നീ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് ദൈവരാജ്യമൊന്നും കെട്ടി നീ രാജാവാകണ്ട, അങ്ങ് താളന്നുകൾ ഇങ്ങ് തന്നോ, ഞങ്ങൾ സ്വയത്തിൽ അങ്ങോട്ട് ചെയ്തോളാന്ന് പറഞ്ഞവർ. ഈ കൂട്ടരത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ അതുകൊണ്ട് ദൈവത്തെ കൂടാതെ ഒരുവൻ ചെയ്യുമ്പോൾ അതിനെ സാത്താന്റെ ഒരു സഹായം കൂടി ഇറങ്ങി വരികയാണ്. നാം ദൈവത്തെ കൂടാതെ ഒരു ഭവനം പണിയുകയോ, ഒരു ബിസിനസ് നടത്തുകയോ, എന്തെങ്കിലും ഒരു മിനിസ്ട്രി ചെയ്യുകയോ, അല്ലെ, മിനിസ്ട്രി ചെയ്യും, അപകടമാ. ദൈവത്തെ കൂടാതെ, പരിശുദ്ധാത്മാവിനെ കൂടാതെ മിനിസ്ട്രി ചെയ്താൽ ചിലപ്പോൾ നമ്മളിങ്ങനെ കയ്യൊക്കെ വീശാൻ തുടങ്ങുമ്പോണ്ടല്ലോ, ദൈവത്തെ കൂടാതെ ചെയ്യാൻ തുടങ്ങുമ്പോൾ വേറൊരു ആത്മാവ് നമ്മുടെ കൂടെ ഇറങ്ങി വരും. പിന്നെ മറിഞ്ഞും കെട്ടി വീഴും, പിന്നെ ചിരിക്കലായി ലാഫിംഗ് സ്പിരിറ്റ് ഇറങ്ങി വരും. പിന്നെ പല വ്യത്യസ്തമായ പ്രവർത്തനം കാണാൻ കഴിയും. രോഗസൗഖ്യമുണ്ട്. ആവർത്തന പുസ്തകം 13-ാം അധ്യായം പഠിക്കുമ്പോൾ അവർ പറയുന്നത് സംഭവിച്ചാൽ പോലും നിങ്ങൾ വിശ്വസിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തക പ്രകാരം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവത്തിന്റെ മനസ്സിനൊത്തവണ്ണം അല്ലാത്ത ഏത് കാര്യങ്ങളും അതൊരു പക്ഷെ സംഭവിച്ചാൽ പോലും വിശ്വസിക്കരുത്. ആശയമുള്ള നിങ്ങളൊക്കെ? അതുകൊണ്ട് ദൈവത്തെ കൂടാതെ ഞാൻ മിനിസ്ട്രി ചെയ്താൽ പോലും അവിടെ പ്രവർത്തിക്കുന്ന മറ്റൊരാത്മാവാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ പുറകോട്ട് വീഴുന്നത്, അല്ലേ? കോട്ട് ഊരുമ്പോഴൊക്കെ പുറകോട്ട് മറിഞ്ഞു വീഴുന്നു ജനങ്ങൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെശയ്യാ പുസ്തകം 22-ാം അധ്യായത്തിലാണ് തോന്നുന്നത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അവിടെ പറയുന്നുണ്ട്, അവർ പുറകോട്ട് വീണ് നശിച്ചുപോയി. പുറകോട്ട് വീഴുന്ന ഏത് മനുഷ്യനും നാശത്തിലേക്ക് വീഴുന്നതാ. എന്നാൽ ദൈവസാന്നിധ്യം വരുമ്പോൾ, ദൈവത്തെ കാണുമ്പോൾ, ആത്മാവിന്റെ സ്പർശനം ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ അവൻ കമിഴ്ന്ന വീഴുന്നത് ഇങ്ങനെ മുമ്പോട്ട് വീഴുകയാ. യെശയ്യാ പ്രവാചകൻ മുമ്പോട്ട് കമിഞ്ഞു വീണു. എസെക്കിയേൽ പ്രവാചകൻ മുമ്പോട്ട് കമിഞ്ഞു വീണു. ഹല്ലേലൂയ. ദൈവ ദർശനം കാണുമ്പോൾ അവൻ, ദൈവമേ നിന്നെ കാണാൻ കഴിയില്ല, എനിക്ക് തടിച്ച നാവുള്ളവൻ, എനിക്ക് നിന്നെ കാണാൻ കഴിയില്ലെന്ന് മുന്നോട്ടാ വീഴുന്നത്.
അതൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? വ്യത്യാസങ്ങൾ മനസ്സിലാവുന്ന എനിക്ക്? ഇതൊക്കെ ഈ ലോകത്തിലെ സമ്പ്രദായങ്ങളെ പുറകെ പോയി ചതിക്കപ്പെട്ടു പോയ ജനങ്ങളാ, ദൈവദാസന്മാർ അനേകം ഈ ലോകത്തിലുള്ളത്. ആണോ ഇല്ലയോ? അനേകരും ഈ ചതിക്കപ്പെട്ടു പോയി, പിശാചിനെ വഞ്ചിക്കപ്പെട്ടു പോയി. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ പ്രവൃത്തി ഏതാണ്, മനുഷ്യന്റെ പ്രവൃത്തി ഏതാണ്, പൈശാചിന്റെ പ്രവൃത്തി ഏതാണെന്ന് അറിയാതെ വണ്ണം കുഴഞ്ഞിരിക്കുകയായിരുന്നു പലപ്പോഴും. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ കൂടാതെ ഒരുവൻ എന്ത് ചെയ്താലും അതിന്മേൽ സഹായിപ്പാൻ വേറൊരുത്തനെ കരമിറങ്ങി വരും. അത് മറ്റാരുമല്ല, മറ്റൊരാത്മാവെന്ന് പറയുന്ന പൈശാചിക ലോകമാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് കൂട്ടായി കടന്നു വരും. ഒരു പക്ഷെ കൂട്ടായ പ്രവർത്തനമായിരിക്കും അതെല്ലാം. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റിൽ ദൈവത്തെ കൂടാതെ ഒരുവൻ സാത്താന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടിത പ്രവൃത്തിയാണ് ലോകം. ഹല്ലേലൂയ. അത് നമ്മൾ അറിയില്ലോ. നമ്മൾ പറയും ഇന്ന് ഞാൻ കൈവീശിയപ്പോൾ 10 പേര് താഴെ വീണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ പൊങ്ങച്ചൊക്കെ പറയാം. പക്ഷേ പ്രവർത്തിച്ചത് മുഴുവനും വലിയൊരു കൂട്ടമാണ് പ്രവർത്തിച്ചത്. ഇരുളിന്റെ വേറൊരു അധികാരമാണ് പ്രവർത്തിച്ചത്. അത് സംഘടിതപരമായി ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് ചില ദൈവദാസന്മാർക്ക്, ഞങ്ങളൊക്കെ പണ്ട് ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്നത് ഭൂതങ്ങളാ, ലഗ്യോനുകൾ ഇറങ്ങിപ്പോകുന്നത്. ഒന്നും ഇടുന്നില്ലല്ലോ. കാരണം എവിടെയൊക്കെയോ ചകത്ത് കയറി കൂടിയതാണ് ദൈവഹിതമല്ലാത്തതിന്റെ പുറകിൽ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പഠിച്ച സമയത്തൊക്കെ ആ ട്രിനിറ്റി ഓഫ് മാൻ എന്ന് പറഞ്ഞ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ മനുഷ്യന്റെ ആത്മാവ്, എന്താ പറയുക, മനസാക്ഷി, ദേഹി, അല്ലേ, മനസ്സ് ഓരോന്നായി കീറിമുറിച്ച പഠിച്ചത് കൊണ്ടാണ് എവിടേക്കാണ് പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് എന്നാൽ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു സംഘടിത പദ്ധതികളിൽ ഒരു വിശ്വാസം സ്നേഹിക്കരുത്. ഈ ലോകത്തിലെ നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിൽ ഏറ്റവും വഞ്ചിക്കപ്പെട്ടു പോയ ഒരു കൂട്ടരാണ് സംഘടനകൾ. ഈ മത്തായി 24 അധ്യായം അതിന്റെ 3-ാം വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ പറയുന്നു, അനേകർ വന്ന് നിങ്ങളെ 2-3 വാക്യം അല്ലേ, 24 2-ാം വാക്യമാണെന്ന്. മത്തായി 24 2-ാം വാക്യം. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, അനേകർ വന്ന് എന്റെ പേരിലെടുത്ത് അനേകർ വന്ന് നിങ്ങളെ തെറ്റിക്കും. കാരണം അനേകർ വരികയാണ്, ഓരോ ഗ്രൂപ്പുകളായി സംഘടിതപരമായി വരികയാണ് ആൾക്കാർ. അതാണ് ഇന്നത്തെ ചർച്ചകൾ ആ ലേബൽ അറിയപ്പെടുന്നത്, അല്ലേ? ഞങ്ങൾ ഇന്ന കൂട്ടർ, ഞങ്ങൾ ഇന്ന കൂട്ടർ. അവിടെ സംഘടനയുടെ പേരാണ് എടുത്തു പറയുന്നത്. ആണോ ഇല്ലയോ? കാരണം അത്രമാത്രം വാഴുകയാണ് പിശാച് എന്ന് പറയുന്ന ഒരു വ്യക്തി, അത്രമാത്രം വാഴുകയാണ്. അതുകൊണ്ട് ഈ സംഘടിതപരമായി ഞാനത് തെളിയിക്കാൻ പോകുകയാണ്. വരും ദിവസങ്ങളിൽ സമയം കിട്ടുന്നത് പോലെ, സമയം പോയിക്കൊണ്ടിരിക്കുക ഉള്ളതുപോലെ അതെന്താണെന്ന് ഞാൻ തെളിയിക്കും. കാരണം ഇതെല്ലാം പലപ്പോഴും നമ്മൾ അറിയാതെ വീണ് കിടക്കുകയാണ്. കൂട്ടമായി ചെയ്യുമ്പോൾ പലതും ദൈവഹിതമില്ലാത്തതാണെങ്കിൽ അതുമേൽ പൈശാചികന്റെ പ്രവൃത്തി കാണാൻ കഴിയും. ഓക്കെ, യാക്കോബിന്റെ ലേഖനം 1:27 പറയുന്നു, പിതാവായ ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലമായുള്ള ഭക്തിയോ അനാഥരെയും വിധവാരെയും അവരെ സംഘടനയിൽ ചെന്ന് കാണുകയും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതാകുന്നു. നോക്കിയേ, ഒരു വിശ്വാസി എന്താ പറയാ, മറ്റു ദൈവത്തെ കൂടാതെ, വാക്ക് ശ്രദ്ധിക്കണം, ദൈവത്തെ കൂടാതെ കൂട്ടമായി എന്ത് ചെയ്താലും അത് അവനെ പൈശാചിക ലോകം അവന്റെ മേൽ ഭരിക്കും. എന്നാൽ അങ്ങനെയല്ല അവൻ ചെയ്യേണ്ടത്. അവൻ ഈ ലോകത്തുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തു സൂക്ഷിക്കുകയാണ്. ദൈവത്താൽ അവൻ സൂക്ഷിക്കപ്പെടുകയാണ്. തന്നെത്താന്ന് പറയുമ്പോൾ അവൻ ഒറ്റ സൂക്ഷിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. എന്റെ ജഡമോഹങ്ങളെ സൂക്ഷിക്കാൻ പറ്റുമോ? എന്റെ കണ്ണുകളെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ? ഒരിക്കൽ പോലും കഴിയത്തില്ല. ഒരു വിശ്വാസിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ പറയണം ഒരുവൻ. അങ്ങനെ പറയുന്നത് വരെ ദൈവം അവനെ ഉറച്ചുകൊണ്ടിരിക്കും. അവിടെ മുതലാണ് പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് വരുന്നത്. ഹല്ലേലൂയ. അപ്പോ അവിടെ ഒരു സംഘടനപരമായി ഒരു ഗ്രൂപ്പായി തിരിച്ചു പോകുകയല്ല. അവിടെയൊക്കെ ദൈവമായുള്ള ബന്ധത്തിൽ അവന്റെ ഹിതപ്രകാരം ചെയ്യുകയാണ്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ചെയ്യുകയാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരുപക്ഷെ ഒരു കൂട്ടമായി പോയേക്കാം, പക്ഷേ അവിടെ നമുക്കൊരു ഉണ്ട്. അവിടെ ഒന്നാമത്തെ കാര്യം, വിധവകളെയും അനാഥരെയും നമ്മൾ ചെന്ന് കാണുക എന്ന ഉദ്ദേശമാണ്. അവിടെ ഒരു സംഘടനയാവട്ടെ കൂട്ടമാകട്ടെ, അതാണെങ്കിൽ പോലും നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? അനാഥകരെയും വിധവകളെയും അവരുടെ സംഘടനകളിൽ പോയി നാം കാണുകയാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അവിടെ വേറെ ഒരു മോട്ടോ, ഒരു അജണ്ടകളോ ഒന്നും നമുക്കില്ല. ഒരു ഹിഡൻ അജണ്ട ഒന്നും നമുക്ക് അവിടെ ഇല്ല. വിട്ടുപോകുന്നു. യോഹന്നാൻ 3:19 ബാക്കിയൊക്കെ പഠിച്ചതാണ്. അവിടെ പറയുന്നു, ന്യായവിധി എന്നത് വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ന്യായവിധിയെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന വാക്യമാണ്, ഇതൊരാഴമായി പഠിക്കേണ്ട വിഷയമാണ്. ന്യായവിധിയെ കുറിച്ച് അവിടെ പറയുന്ന വാക്യമാണ്, അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ. വാക്യം ശ്രദ്ധിച്ചേ, ഇവിടെ പറയുന്നു ന്യായവിധിയെ കുറിച്ച് പറഞ്ഞു വരികയാണ്. എന്ത് പറയാ? വെളിച്ചം ലോകത്തിൽ വന്നു. ആരാ വെളിച്ചം? ക്രിസ്തു, അല്ലേ?
ഇപ്പോൾ ആരാ വെളിച്ചം? നമ്മൾ ഓരോരുത്തരുമാണ്. ആരാ വിളക്ക്? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇതൊക്കെ തിരിച്ചും മറിച്ചും ഓരോ കാര്യം നമ്മൾ അറിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മനസ്സിലാകും. വിളക്കാരാ? അവൻ കത്തുന്ന വിളക്കായിരുന്നു. ആരാ? സ്നാപകൻ അല്ലേ? യോഹന്നാൻ സ്നാപകനെ കുറിച്ചല്ലേ? പക്ഷേ കർത്താവ് ആരാ? അവൻ വെളിച്ചമാണ്. നാം ആരാ? വിളക്കല്ല, നാം വെളിച്ചമാണ്. വിളക്കും വെളിച്ചം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഹലോ, അതിലേക്ക് പോയാൽ ഇപ്പൊ നമ്മുടെ ക്ലാസ്സേ മാറിപ്പോകും. വിളക്കും വെളിച്ചവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. വിളക്കിന് ഒരിക്കലും തന്നെത്താൻ പ്രകാശിക്കാൻ കഴിയത്തില്ലത്. അതൊരു ഉപകരണം മാത്രമാണ്. ഹല്ലേലൂയ. എന്നാൽ വെളിച്ചം എന്ന് പറയുന്നത് അവൻ എന്നും അത് അങ്ങനെ തന്നെയാണ്. അവൻ ഇരുളാക അല്പം പോലുമില്ല. അത് വെളിച്ചമാണ്. അതുകൊണ്ടാണ് ഞാൻ വിട്ടുപോകും. നമ്മുടെ വിഷയത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കാം. വെളിച്ചം, ക്രിസ്തു വെളിച്ചമായവൻ ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ള ആകയാൽ എന്ന് പറഞ്ഞാൽ ഈ വെളിച്ചത്തിന്റെ മുമ്പിലാണ് ഇരുളിന്റെ പ്രവൃത്തികൾ തെളിഞ്ഞു കാണുന്നത്. ഞാൻ പാപം ചെയ്തുകൊണ്ടിരിക്കുക, ഇരുട്ടത്തിരുന്ന് പാപം ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് ഏതാണ് തെറ്റ് ശരിയെന്ന് എനിക്ക് അറിയില്ല. കാരണം എന്റെ കണ്ണ് മങ്ങിയിരിക്കുക, വെളിച്ചം എനിക്കില്ല. പക്ഷേ ആ വെളിച്ചം എന്നെ കാണിച്ചിട്ട് പറയാ, മോനെ, ഇതുവരെ നീ ചെയ്തുകൊണ്ടിരുന്നത് തെറ്റായ വഴിയിൽ കൂടിയാണ് നീ പോയത്. നീ ചെയ്ത പ്രവൃത്തികൾ തെറ്റാണ്. വെളിച്ചത്തിന്റെ മുമ്പിൽ തെറ്റുകൾ വെളിപ്പെട്ടു വരികയാണ്. ആണല്ലോ, വെളിച്ചത്തിന്റെ മുമ്പിൽ മാത്രമേ തെറ്റുകൾ വെളിവായി വരത്തുള്ളൂ. ഇരുളിന്റെ പ്രവൃത്തികൾ എവിടെയാ വെളിവായി വരുന്നത്? വെളിച്ചത്തിന്റെ മുമ്പിൽ മാത്രമേ വെളിവാകത്തുള്ളൂ. വെളിച്ചമില്ലെങ്കിൽ ആ ഇരുളിന്റെ പ്രവൃത്തികൾ അങ്ങനെ തന്നെ ഇരിക്കും. അത് വെളിച്ചത്തിന് മുമ്പിൽ. അപ്പോൾ ക്രിസ്തു ലോകത്തിൽ വന്നിട്ടും അവന്റെ വചനം വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളാകയാൽ, അപ്പോ വെളിച്ചം വന്നു, വചനം കേട്ടിട്ട് പോലും നമ്മൾക്ക് അത് തെറ്റാണ്, പാപമാണെന്ന് തിരിച്ചറിയാതെ നാം വീണ്ടും അതിൽ തുടരുന്നുവെങ്കിൽ ന്യായവിധി നമ്മുടെ കൂടെയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? എന്തിനാ വചനം പഠിക്കുന്നത്? ഈ ലോകത്തെ കുറിച്ച് നാം എന്തിനാ പഠിക്കുന്നത്? നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ലോകത്തോടുള്ള ബന്ധത്തിലാണോ എന്നറിയാൻ വേണ്ടിയാ. അല്ലെ, ഇതിനല്ലേ പഠിക്കുന്നത്? ആ വെളിച്ചം എന്റെ ഹൃദയത്തിലേക്ക് വരികയാ. എന്റെ അകത്തുള്ളത് ആഗ്രഹങ്ങൾ, ചിന്തകൾ, മോഹങ്ങൾ, പ്രവൃത്തികളൊക്കെ ലോകമയമുള്ളതാണോ എന്നറിയാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. ആ വെളിച്ചം വചനം എന്റെ അകത്തിലേക്ക് വരുമ്പോൾ എന്റെ പ്രവൃത്തികൾ തെളിവായി വരികയാണ്. അത് അറിഞ്ഞിട്ടും ഞാൻ അതിൽ തുടരുന്നുവെങ്കിൽ, അതുകൊണ്ട് മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നു. എന്റെ അകത്ത് നമ്മൾക്ക് സോളിനെ കുറിച്ച് ഒരു ആഴമായ ക്ലാസ് ഉണ്ട് വെറുതെ. കാരണം ഭൂമിയിൽ ആകെ 2 മനുഷ്യർ, അത് ഹവ്വയും. പിന്നെ 2 മനുഷ്യർ, ആബേലും കായീനും. ഈ ഹാബേലിന്റെ ഹൃദയം നേരുള്ളതായിരുന്നു, എന്നാൽ കായീന്റെ ഹൃദയം നേരുള്ളതല്ല. എങ്ങനെയാണ് ഒരുവൻ ദുഷ്ടനായി തീർന്നത്? ഒരുവൻ എങ്ങനെ നല്ലവനായി തീരുന്നത്? ചോദ്യമില്ല നിങ്ങൾക്ക്, അല്ലേ? ഇല്ലേ? ആകെ 2 ആദം മക്കൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു കാണും. ദൈവം ആരാണെന്നും ദൈവം എന്താണെന്നും എല്ലാം പറഞ്ഞു കൊടുത്തു കാണും. പക്ഷേ എന്നിട്ടും മനസ്സിലാവുന്നുണ്ടോ? ആകെ രണ്ട് ആൾക്കാർ ഈ ഭൂമിയിൽ, ആദവും ഹവ്വയും. ആദത്തിന് ദൈവത്തെ തന്നെ പറഞ്ഞു കൊടുത്തു, ദൈവത്തെ കാണിച്ചു കൊടുത്തു, അവരുടെ കൂടെ നടന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്തു, അല്ലേ? ദൈവം ആദത്തിന് ഈ ഭൂമിയിൽ എത്രയോ കോടിക്കണക്കിന് ജീവജാലങ്ങൾക്ക് പേരിടാൻ തക്കവണ്ണം, അത് ഓർത്തിരിക്കാൻ തക്കവണ്ണം അത്രയ്ക്ക് ബുദ്ധിയുള്ളവനായിരുന്നു ആദം, ഇല്ലേ? നമുക്ക് 10 മക്കളുടെയും 10 മക്കളുടെ പേര് ഇപ്പൊ അച്ഛനമ്മയോട് ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ എടി ഇവന്റെ പേരെന്നാടി എന്നൊക്കെ ചോദിക്കേണ്ട ഒരു ഭാര്യമാരോടൊക്കെ, അല്ലേ? ഓ, നിങ്ങൾക്ക് പലപ്പോഴും 10 പേരുടെ പേര് പോലും ഓർത്തിക്കാൻ കഴിയത്തില്ല. ഡേറ്റ് വേണ്ട, എന്റെ 2 മക്കൾ ഡേറ്റ് ഓഫ് ബർത്ത് പോലും എനിക്കറിയത്തില്ല. എനിക്ക് എന്റെ അറിയാം. ഇത് കോടിക്കണക്കിന് സ്പീഷീസുകൾ, ഓരോ ജീവജാലങ്ങൾക്ക് പേരിടുകയും ആ പേരുകൾ ഓർത്തിരിക്കാൻ തക്കവണ്ണം ഇത്രമാത്രം ജ്ഞാനമൊക്കെ ഈ ആദമിന് എവിടെ നിന്ന് കിട്ടി? ഹല്ലേലൂയ. ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്, പഠിക്കേണ്ട വിഷയമാണ് അതൊക്കെ. ഹല്ലേലൂയ. ആ ദൈവത്തെ, ആ തേജോമനായ ദൈവത്തെ അങ്ങനെ തന്നെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു, ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തു. അത് പിന്നെ പോയി അടുത്ത മക്കൾക്ക് പറഞ്ഞു കൊടുത്തു കാണും, പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും തീർച്ചയായും, അല്ലെ? മുഖാമുഖം കണ്ടവനാണ് ആദം. പിന്നീട് ആരും കണ്ടിട്ടില്ല കേട്ടോ. പിന്നീട് ആരും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല മുഖാമുഖമായി. ആദം മുഖാമുഖമായി വൈകുന്നേര സമയങ്ങളിൽ ദൈവമായി കൂട്ടായ്മ കൂടിയ വ്യക്തിയാ. ഹല്ലേലൂയ. അപ്പോൾ തേജോമാനായ ജീവനുള്ള സാക്ഷാൽ ഏക സത്യദൈവത്തെ ആദം കാണുകയും മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവഹിതം എന്താണ്, ദൈവ ഇഷ്ടം എന്താണെന്ന് 2 മക്കൾക്കും അറിയാം.
ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന ഒരപ്പന്റെ ബീജത്തിൽ നിന്ന് വന്ന 2 മക്കൾ ഇല്ലേ? പക്ഷേ രണ്ടുപേരുടെ ഹൃദയങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരുവന്റെ ഹൃദയത്തിൽ ദൈവം പ്രസാദിച്ചു, നല്ലവൻ അല്ലേ. ഹാബേലേ, ഞാൻ നിന്നിലും നിന്റെ യാഗത്തിലും പ്രസാദിക്കും. നിന്നിൽ ആദ്യം പ്രസാദിച്ചു. എന്നാൽ കായീനെ നോക്കിയിട്ട് പറയാ, ഞാൻ നിന്നിൽ പ്രസാദിച്ചിട്ടില്ല. നീ എന്തിനാണ് അവനോട് കയർക്കുന്നത്? നീയും നന്മ ചെയ്തിരുന്നെങ്കിൽ വാക്യം ശ്രദ്ധിച്ചേ അല്ലേ, നിനക്കും ദൈവപ്രസാദം കിട്ടുമായിരുന്നില്ലേ? അപ്പൊ അവിടെയാണ് 2 വ്യക്തികളുടെ ഒരു ഉത്ഭവം വരുന്നത്. ആഴമായി അതിനെക്കുറിച്ച് പഠിക്കേണ്ട വിഷയമാണ് നമ്മൾ അതൊക്കെ കുറിച്ച്. പറയുന്നതൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? കാരണം നമ്മൾ തന്നെയാണ് കുറ്റക്കാരൻ. ഓരോ വ്യക്തികളുമാണ്. അവരുടെ ചിന്തകൾ ആഴമായ മറ്റൊരു വിഷയമാണ്. നമ്മുടെ ചിന്തകളെ കുറിച്ച് ജീവനും മരണവും ചിന്തയിൽ ആരംഭിക്കുന്നു, അശുദ്ധിയും വിശുദ്ധിയും ചിന്തയിൽ ആരംഭിക്കുന്നു അല്ലേ, സ്വർഗവും നരകവും ചിന്തയിൽ ആരംഭിക്കുന്നു. പഠിച്ചിട്ടുണ്ടോ നിങ്ങളെങ്കിലും? യെസ്. ഇവിടുന്ന് ഇത് ആരംഭിക്കുന്നത് മുഴുവനും. അത് സോളിന്റെ ഒരു ഭാഗമാണ് ചിന്ത, മനസ്സിലൊക്കെ പറയുന്ന ഒരു വിഷയം പഠിച്ചത്. അതിനെ കുറിച്ചൊക്കെ എന്തുമാകട്ടെ, അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. അപ്പൊ അതിനർത്ഥം ഇപ്പോ യൂദാ ഇസ്കരിയോത്തെ ദൈവം കൊല്ലാൻ വേണ്ടി സൃഷ്ടിച്ചതാണെന്ന് നമ്മുടെയൊക്കെ വിചാരം. അവന് ദൈവം അങ്ങനെ സൃഷ്ടിച്ചാക്കി വെച്ചതാ. അങ്ങനെയല്ല. ഒരുവനാണ് അവന്റെ ജീവൻ തീരുമാനമെടുത്ത് അങ്ങനെ ആക്കി മാറ്റുന്നത്. ഏശാവിനെ ദൈവം അങ്ങനെ സൃഷ്ടിച്ചു വെച്ചു അല്ല. നാം തന്നെയാണ് ഏശാവായി മാറുന്നത്, നാം തന്നെ യാക്കോബായി മാറുന്നത്. മനസ്സിലാവുണ്ടോ? അത് നമ്മുടെ അകത്ത് സോളിഷ് സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയാ. ഒരു ആഴമായി പഠിച്ച് വീട്ടിൽ പോയി ചിന്തിക്കുക. കർത്താവ് അനുവദിച്ച് ചിലപ്പോൾ പഠിക്കുക. നമ്മൾ അതുകൊണ്ട് റോമർക്കെതിരെ ഒരു വാക്കുണ്ട്, കരുണാപാത്രങ്ങളെ അവൻ മുൻ നിയമിച്ചു. നമുക്ക് തോന്നുന്നു ദൈവം നല്ലവരെ കാര്യം നിയമിച്ചു വെച്ചതാണ്, നമ്മളൊക്കെ പൊട്ടന്മാരാണ് അല്ലേ. അതുപോലെ കോപപാത്രങ്ങളെ അവൻ മുൻ നിയമിച്ചിട്ടില്ല. കോപപാത്രങ്ങളായി തീരുന്നത് അവൻ സ്വയം തീരുമാനിച്ചു പോകുകയാ. കായീൻ അവൻ സ്വയം തീരുമാനിച്ചതാണത്. ഇത്തിരി ആഴമായ വിഷയമാണെന്ന് എനിക്കറിയാം. ഓക്കെ, വിട്ടുപോകുന്നു. അതിനെക്കുറിച്ചൊക്കെ ആ ക്ലാസ്സുകളിൽ വരുമ്പോൾ വളരെ ലഘുവായി നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും, കർത്താവ് അനുവദിച്ചാൽ. അപ്പൊ എന്തുമാകട്ടെ, വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കാൻ തുടങ്ങി അല്ലേ. നമ്മുടെ അകത്തേക്ക് ഇപ്പൊ ഇത് രാത്രിയിലും വചനം എന്ന് പറയുന്ന വെളിച്ചം നമ്മുടെ അകത്തേക്ക് വരുന്നത് ആ ഇരുളിനെ വെളിപ്പെടുത്തി തരാൻ വേണ്ടിയാ. എന്നിട്ടും ആ ലോകത്തിന്റെ പുറകെ പോകുമ്പോൾ, ഇരുളിനെ സ്നേഹിക്കാൻ പോകുമ്പോൾ, ഇവിടെ നോക്കിയേ, 50 ആണെങ്കിൽ ഒരേപോലെ തൂക്കം നിൽക്കും അല്ലേ. ഇവിടെ 49 ഇവിടെ 51 ആണെങ്കിൽ, ഇരുള് 49 വെളിച്ചം 51 ആണെങ്കിൽ കഷ്ടിപുഷ്ടി നമുക്ക് രക്ഷപ്പെടാം. സ്വർഗത്തിൽ പുതിയ ഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റും, പുതിയ ഭൂമിയിൽ അല്ലേ. അതല്ല, ഇവിടെ ഇരുട്ട് 51 വെളിച്ചം 49 ആണെങ്കിലോ നരകമേ ഉള്ളൂ നമുക്ക്. അയ്യോ, ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. അത്രയേ ഉള്ളൂ. ഇരുളിനേക്കാൾ, അത് ബാലൻസ് ചെയ്ത് പഠിക്കേണ്ട വിഷയമാണ്. ഇരുളിനേക്കാൾ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിനകത്താണ് ഇത് മുഴുവൻ സംഭവിക്കുന്നത്. സോളിഷ് സ്ഥലങ്ങളിലാണ് സംഭവിക്കുന്നത്. നമ്മുടെ ചിന്തകളിലേക്ക് ആരംഭിക്കുന്നു അല്ലേ. വെളിച്ചമാണോ ഇരുളാണോ എനിക്ക് ഇഷ്ടം, ലോകമോഹങ്ങളാണോ അല്ലെങ്കിൽ ദൈവത്തിന് ഹിതമാണോ അല്ലേ. ദൈവം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കുന്നു. ലോകത്തെ സ്നേഹിക്കുന്നവനെ ദൈവം വെറുക്കുന്നു. ദൈവം അല്ലേ ദൈവത്തിന് ശത്രുവായി തീരുന്നു അല്ലേ. ദൈവം പിതാവിന്റെ സ്നേഹം അവനിലില്ല എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ദൈവം നമുക്ക് ഇന്ന് രാത്രിയിലും വെളിച്ചം തരികയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക്. ആ വെളിച്ചത്തിന്റെ മുമ്പിൽ എന്റെ ഹൃദയം തുറന്നു വെക്കുകയാണ് ദൈവം. എന്നിട്ട് ദൈവം പറയാ, നിനക്ക് തീരുമാനിക്കാം. ഇത് ദൈവരാജ്യത്തിന്റെ വചനത്തിന് മാത്രമേ എന്നെ തുറന്നു കാണിക്കാൻ കഴിയത്തുള്ളൂ. യാക്കോബ് പറഞ്ഞ പോലെ അല്ലേ, ഒരു കണ്ണാടിയിൽ നോക്കിയിട്ട് അപ്പൊ തന്നെ മുഖം മറന്നുപോകും. പറഞ്ഞില്ലേ, കണ്ണാടി നോക്കും അല്ലെ, നല്ല സുന്ദരനാണ്, കുഴപ്പമില്ല, ഇച്ചിരി ചൂട് അവിടുത്തെ പൗഡർ ഇല്ലെങ്കിൽ അവിടെ കൊടുത്തിട്ട് പൗഡറൊക്കെ തേച്ച് പുറത്തൊക്കെ കറങ്ങും. പക്ഷെ പോകുമ്പോൾ മറന്നു പോകുന്നവൻ. പക്ഷെ മറക്കാൻ വേണ്ടിയല്ല നമ്മുടെ ജീവിതം. നമ്മൾ കണ്ണാടി നോക്കുന്നത് അല്ലെ കുറവുകൾ കാണാനും ആ കുറവുകൾ തീർത്ത് അത് പണിതെടുക്കുന്നത് വരെ നമ്മൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതകാലം മുഴുവനും കണ്ണെടുക്കാതെ കണ്ണാടിയിൽ നോക്കുകയാ, വെളിച്ചത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോ വ്യാഴാഴ്ച ബൈബിൾ ക്ലാസ് വരുമ്പോൾ, സൺഡേ ചർച്ച വരുമ്പോൾ മാത്രമല്ല കണ്ണാടിയിൽ നോക്കുന്നത്. എപ്പോഴും ഈ വാക്ക് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിനനുസരിച്ച് നടക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയ വിഷയമാണ്. ഒരു വിശ്വാസിയുടെ ജയജീവിതത്തിൽ ഏറ്റവും വലുത് അവൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനായിരിക്കും. ഓരോ സെക്കൻഡും, ഓരോ നിമിഷം, ഉറങ്ങുമ്പോഴും ആത്മാവിന്റെ സ്വരം കേട്ട് കിടക്കുന്നവൻ. അതെന്താണെന്ന് അല്പമായിട്ട് ഞാൻ അതിനോട് ചേർത്ത് പറയും, അതല്ലെങ്കിൽ വേറെ ക്ലാസ് അത്. അപ്പൊ എന്തുമാകട്ടെ, വെളിച്ചത്തേക്ക് ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി
ദോഷമുള്ളതാകയാൽ അപ്പോൾ വെളിച്ചത്തെക്കാൾ ഇരുളെ തിന്മ പ്രവർത്തിക്കുന്നതെല്ലാം വെളിച്ചത്തെ പകക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയാ ഒരു മനുഷ്യൻ അവന്റെ അകത്ത് മുഴുവനും മോഹങ്ങളും ആഗ്രഹങ്ങളും ലോകപ്രകാരം വെച്ചുണ്ടാക്കി സംഘടിതപരമായ ആ പിശാചിന്റെ കൂട്ടത്തോട് ചേർന്ന് അവന്റെ ആഗ്രഹത്തോട് ചേർന്ന് അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ അവൻ വെളിച്ചത്തെ ഇന്ന് പകച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളവരാണ് ഞങ്ങൾക്ക് വചനമൊന്നും വേണ്ട, അല്ലേ? ഞങ്ങൾക്ക് അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ആശ്വാസവചനം മതി, ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ജീവിതം മതി, ഞങ്ങൾക്ക് ഇന്ന് എങ്ങനെ ജീവിക്കുക, തിന്നുക, കുടിക്കുക, ആശ്വസിക്കുക, ഇന്ന് എനിക്ക് ആശ്വാസം മതി. നാളത്തെ കുറിച്ച് പ്രത്യാശയില്ലാത്ത മനുഷ്യർ അവരാണ് എന്നും തലവേദന സഭയ്ക്ക് തലവേദന അവരാണ്. കാരണം അവർക്ക് വചനം വേണ്ട, അവർക്ക് അന്നുള്ള തിന്മ പ്രവർത്തിക്കുന്ന വെളിച്ചത്തെ പകക്കുന്നു. ക്രിസ്തുവിനെ പകക്കുകയും വെളിച്ചത്തെ പകക്കുകയും വചനത്തെ തള്ളിക്കളയും ചെയ്യുന്ന അവരുടെ ഹൃദയം മുഴുവനും അവരുടെ തിന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, അവരുടെ സ്വയം, ഞാൻ ഈ പറയുമ്പോൾ ഇത്ര ആഴമായ വിഷയമാണത്, അവരുടെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന തിന്മകൾ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആദർശങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ അതിന് പേരിടാം നമുക്ക്. ഞാൻ ഇങ്ങനെയാ, എന്നോട് കളിച്ചാൽ ഇങ്ങനെയാ, എന്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു, ഞാനും ഇങ്ങനെയാ. പക്ഷെ കേട്ടോ നിങ്ങൾ, അതൊക്കെയാ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. അവിടെ അതുമേലൊരു സംഘടിതപരമായ സാത്താന്റെ ഒരു കോട്ടയുമുണ്ട്, അല്ലേ? ഒരു കവചം, അല്ലേ? ഒരു സാത്താന്റെ വേറെ ഒരു പറയില്ല നമ്മള്, അവിടെയാ അവൻ കോട്ട കെട്ടി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുക നമ്മളേക്ക്. ഹല്ലേലൂയ. കാരണം അവർക്ക് തിന്മ പ്രവർത്തി, അവർക്ക് വെളിച്ചത്തെ കാണുന്ന അവർക്ക് അലർജിയാ. അവരൊന്നും ദൈവമക്കളോടൊന്നും എതിരായിരിക്കും. ദൈവമക്കളോടൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക്. അവരെന്നും അതുകൊണ്ട് ആകയാ തിന്മ പ്രവർത്തിക്കുന്നതെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. വെളിച്ചത്തെ കണ്ടാൽ എന്നും പകയാണ് അവർക്ക്. കാരണം അറിയാമോ, അവരുടെ ഹൃദയം മുഴുവനും തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഒരപ്പന്റെ മക്കൾ, ഒരേ ചോര, ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവർ ആരൊക്കെയാ? ഹാബേലും കായീനും. രണ്ട് സ്വഭാവങ്ങൾ. നമ്മൾ പറയും രണ്ട് അപ്പ ഇവരെന്നൊക്കെ പറയില്ലേ, പക്ഷെ ഒരപ്പന്റെ മക്കളാ, ഒരേ വയറ്റിൽ നിന്ന് വന്നവർ. പക്ഷെ രണ്ട് മക്കൾ, നരകത്തിലേക്കും സ്വർഗത്തിലേക്കും രണ്ട്. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? വിടാളമായി പഠിക്കേണ്ട വിഷയമാണ്, നമ്മളൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഹല്ലേലൂയ. അപ്പോ തിന്മ പ്രവർത്തിക്കുന്നവെല്ലാം വെളിച്ചത്തിനെ പകക്കുകയാണ്. എന്നും ഇവരെല്ലാം വെളിച്ചത്തെ കണ്ടാൽ വചനം പറയുന്ന കേൾക്കാൻ അവിടെ എന്നും ഇടർച്ചക്കല്ലുകളായിരിക്കും അവർ. എങ്ങനെയെങ്കിലും ആ വെളിച്ചത്തിന്റെ വചനത്തെ നിർത്തിക്കളയാൻ ശ്രമിക്കുന്നവരാണ് ഇവരെല്ലാവരും. ഹല്ലേലൂയ. ഞാൻ നോക്കിയോ, ദൈവരാജ്യത്തിന്റെ വചനം, നിത്യതയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച്, പിതാവിനെ കുറിച്ചുള്ള, എന്റെ വിശുദ്ധീകരണത്തെ കുറിച്ചുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്ക് എന്നും അലർജി ആയിരിക്കും. ദൈവം നിന്നെ വലിയവനാക്കും. അപ്പോൾ അവിടെ ആട്ടവും ചാട്ടവും പാട്ടും കൂത്തൊക്കെ ഉണ്ടാകും. കാരണം അവർക്ക് ഈ ലോകത്തിൽ നന്മ മാത്രം മതി. അവർക്ക് ഒന്നും മണ്ടിയില്ല നിങ്ങൾ, എല്ലാം കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലേ? ഓക്കെ, എന്തുമാകട്ടെ. അതുകൊണ്ട് തിന്മ പ്രവർത്തിക്കുന്നെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ പണ്ട് മുതലേ എൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാ. ഞാൻ പറയുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സഹോദര അല്ലെങ്കിൽ സഹോദരി ആ ബൈബിളുമായിട്ട് വരാൻ പറയും. പക്ഷെ ഒരെണ്ണം ബൈബിളുമായിട്ട് വരത്തില്ല. ഞങ്ങളുടെ പാസ്റ്റർ ഇങ്ങനെയാ പറഞ്ഞത്, ഞങ്ങൾ പഠിപ്പിച്ചത് ഇങ്ങനെയാ, ഞങ്ങൾ കേട്ടത് ഇങ്ങനെയാ. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടതോ പഠിപ്പിച്ചതോ അങ്ങനെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് എവിടെയാ കുഴപ്പം? ആ ബൈബിളുമായിട്ട് നിങ്ങൾ ഇടയ്ക്ക് വരിക. പക്ഷേ ഒന്നും വേണ്ടിയില്ല. നിങ്ങള് ബൈബിള് കൊണ്ട് വരാൻ പറഞ്ഞാൽ എന്താ പറയാ, വരത്തില്ല. കാരണം ഇത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. വരാതിരിപ്പാൻ തിന്മ പ്രവർത്തികളെല്ലാം വെളിച്ചത്തെ പകക്കുന്നു. തന്റെ പ്രവർത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിൽ വരത്തുമില്ല. അവരെ പ്രവൃത്തി തിന്മയാണെന്ന് അവർക്കറിയാം. അവർ വെളിച്ചത്തേക്ക് വരത്തില്ല. പിടിക്കപ്പെടുമെന്നുള്ള പേടിയാ. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? പിടിക്കപ്പെടുമെന്നുള്ള പേടിയാണ്. ഇതുവരെ അവർ ഉണ്ടാക്കിയ സ്റ്റാറ്റസ് ഇമേജുകളൊക്കെ ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർന്നു പോകുമെന്നുള്ള പേടിയാണ് അവർക്ക്. ഇത് മാറ്റമില്ല. ഇത് ഭൂമി അവസാനിച്ചാലും, ഈ പ്രപഞ്ചം മുഴുവൻ കത്തിപ്പോയാലും, വെള്ളസിംഹാസന ന്യായവിധി കഴിഞ്ഞ് പുതിയ യുഗത്തിലേക്ക് കടന്നാലും ഈ വചനം അവിടെയും നിത്യമായിരിക്കും. ഹല്ലേലൂയ. യഹോവയുടെ വചനമാണിത്. ഇതിനൊന്നും ഒരിക്കലും മാറ്റമില്ലത്. ഇത് ഇന്നും നിത്യമാണ്. 1000 ആണ്ട് ശേഷം ഭൂമിയും ഈ ആകാശഗോളങ്ങൾ നക്ഷത്രങ്ങളെ കത്തിപ്പോയാലും, വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് കഴിഞ്ഞാലും, അതിനൊപ്പം വരാൻ പോകുന്ന പുതിയ ഭൂമിയും പുതിയ ആകാശവും പുതിയ യെരൂശലേമും ആ സ്വർഗീയ സിയോൻ ഇറങ്ങി വന്നാൽ പോലും ഈ വചനം അവിടെയും നിത്യമായിരിക്കും.
ഹല്ലേലൂയ. ഇത് ഇരുളിനെ വെളിപ്പെടുത്തുന്ന വചനമാണിത്. അവർ ഇരുളിലെ പ്രവർത്തികളെ തുറന്നു കാണിക്കുന്നതാ. ആ കാണിക്കുമ്പോഴാണ് അവരുടെ സാമ്രാജ്യം പൊളിയുമോ എന്നുള്ള ഭയമായിരിക്കും അവർക്ക്. അതൊക്കെ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. ഇരുളിന്റെ അവർ കെട്ടിവെച്ച ഒരു കോട്ടയുണ്ട്, ഒരു ഇരുളിന്റെ കോട്ട, തിന്മയിൽ കൊണ്ടുണ്ടാക്കിയ കോട്ട, വഞ്ചിക്കുന്ന കോട്ട. അത് വെളിച്ചം വരുമ്പോൾ അത് തകരുമെന്ന ഭയത്തിൽ. അതൊക്കെ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരാൾ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിച്ചത്തിലേക്ക് വെളിപ്പെടുത്തേണ്ടത് വെളിച്ചത്തിലേക്ക് വരുന്നു. കാരണം വെളിച്ചത്തിന്റെ പ്രവൃത്തിയാണെങ്കിൽ അവനെ എവിടെ പോയി മറഞ്ഞിരിക്കാൻ കഴിയും? അത് എന്നും വെളിച്ചമായിരിക്കും. കാരണം അവന് മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ സത്യമാണെങ്കിൽ, വെളിച്ചമാണെങ്കിൽ, നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വാക്കുകളൊക്കെ അത് വെളിച്ചത്തിന്റെ വാക്കാണെങ്കിൽ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഒരു ദിവസം അത് പുറത്തു വന്നിരിക്കും. കാരണം ഇരുളിൽ പ്രകാശിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. ഒരിക്കലും എത്ര തടഞ്ഞു വെക്കാൻ ശ്രമിച്ചാലും അതിന്നല്ലെങ്കിൽ നാളെ അത് വെളിച്ചം തന്നെയാണ്. അത് തോപ്പിക്കാൻ, വെളിച്ചത്തെ ഇരുളാക്കി മാറ്റുവാൻ കഴിയത്തില്ല സഹോദരങ്ങളെ. എത്ര ലോകമെന്ന് പറയുന്ന ആ മൂട് പടവിട്ട് തൂക്കി സൂക്ഷിച്ചാലും, അല്ലെ, ആ ലോകമെന്ന് പറയുന്ന ലോകത്തെ ഇമ്പങ്ങളും ആഗ്രഹങ്ങളും പ്രലോഭനങ്ങളുണ്ടും നമ്മളെ മറച്ചു വെച്ച് കെട്ടിവെച്ചാലും നോക്കിയേ, അതൊന്നും മറഞ്ഞിരിക്കത്തില്ല. വെളിച്ചം ഒരിക്കലും ഇരുളാകുകയില്ല. വെളിച്ചം തന്നെയാണ്. അതൊക്കെ മനസ്സിൽ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നു. നമ്മുടെ ചോദ്യമുണ്ട്, ഞാൻ ദൈവജനത്തെക്കാൾ ഏറെ, ക്രിസ്തുവിനേക്കാൾ ഏറെ ലോകത്തെ സ്നേഹിക്കുന്നവരാണോ? ലോകത്തിലെ ഇമ്പങ്ങൾ ഓരോന്നായി പിന്നീട് പഠിക്കും നമ്മൾ. ലോകത്തിലെ ഉത്സവങ്ങൾ, ആചാരങ്ങൾ, മറ്റു വ്യത്യസ്തമായ മറ്റെന്ത് കാര്യമാകട്ടെ, അതെല്ലാം ലോകത്തിനുള്ളതാണെങ്കിൽ ഞാൻ അതിനോട് പ്രിയപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, യോഹന്നാൻ 5:19 പറയുന്നു, എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ വേദവാക്യമാണ്, നാം ദൈവത്തിൽ നിന്നുള്ളവർ, നാം ഹല്ലേലൂയ സത്യത്തിൽ നാം ദൈവത്തിൽ നിന്നുള്ളവരാകുമെന്ന് പലപ്പോഴും നമുക്കൊരു ചോദിച്ചെന്ന് തന്നെയാണ്. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കാറുണ്ട്. അത് പിന്നെ പണ്ട് ഞാൻ രോഗിയായിരുന്നു, ഒരു പാസ്റ്ററിന്റെ കാലെ കൈവച്ച് പ്രാർത്ഥിച്ചു, ഞാൻ രോഗസൗഖ്യം കിട്ടി. അങ്ങനെ ഞാൻ സഭയിൽ വരാൻ തുടങ്ങി. ഞാൻ ചോദിച്ചത് അതല്ല, താങ്കൾ രക്ഷിക്കപ്പെട്ടോന്നാണ് ചോദിച്ചത്. ഒരു CSI ചർച്ചിൽ വർഷങ്ങൾക്ക് മുമ്പ് റെഗുലർ ക്ലാസ് പിന്നീട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഒരു വലിയ കൂട്ടം ആൾക്കാർ, അവിടുത്തെ ശുശ്രൂഷകൻ പോലും രക്ഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ എവിടെയോ അവർക്ക് ദൈവത്തെക്കുറിച്ച് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ വലിയ സഭയാ, ഇതൊന്നുമല്ല, വണ്ടൻ മൂട്ട വലിയ കുരിശൊക്കെ ആയിട്ടുള്ള സഭയാ CSIയിൽ. എനിക്ക് ഒരു ദിവസം പോയി പ്രസംഗിച്ചു. ഒന്നുമില്ല, ജീവൻ നമുക്കറിയാം. ഒരു ശുശ്രൂഷകനെ പോലും അവിടുത്തെ അച്ഛൻ എന്നാ പറയുന്നത്, അച്ഛന് പോലും ജീവനില്ല. പക്ഷേ അന്ന് രാത്രി ആ ഉപദേശിയുണ്ട്, താഴെ നിൽക്കുന്ന ഉപദേശി എന്ന് പറയും. അച്ഛനുണ്ട്, ഒരു ഉപദേശിയാണ് മിക്കവാറും സഭകൾക്ക്. ഒരു 10 സഭകൾക്കായിരിക്കും ഒരു അച്ഛൻ എന്ന് പറയുന്നവര്. അപ്പൊ അജിത്ത് അച്ഛൻ എന്റെ അദ്ദേഹത്തിന്റെ പേര് ഓർമ്മ ശരിയാണെങ്കിൽ മറന്നുപോയി. ഇപ്പൊ എന്തുവാകട്ടെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുപോലെ രക്ഷിക്കപ്പെട്ടെന്ന് ചോദ്യം. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രോഗസൗഖ്യം കിട്ടിയതോ അല്ലെ, സഭ എന്ന കഥയല്ല ഇത്. രക്ഷിക്കപ്പെടുക എന്ന അതിനകത്ത് നാം ദൈവത്തിൽ നിന്നുള്ളവനെ നാം അറിയുന്നു. നമ്മുടെ അറിവാണത്, അത് വിശ്വാസമാണ്. അതെന്താണെന്ന് വേറെ കാര്യമാണ്, അത് പഠിക്കേണ്ട വിഷയം. ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് ഉറപ്പാണ് എന്റെ ക്രിസ്ത്യ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ആരെങ്കിലും ഏതെങ്കിലും പുസ്തകത്തിൽ പേരുള്ളത് കൊണ്ടോ, ലൂലൈഫിന്റെ പുസ്തകത്തിൽ പേരുള്ളത് കൊണ്ടോ അല്ലത്. ഹല്ലേലൂയ. എന്റെ അകത്ത് റോമർ 8 പറയുന്നു, പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നീ എന്റെ പ്രിയ മകൻ, പ്രിയ മകളെന്ന്. ഓരോ ദിവസം സൺഡേ കൂടി വരുമ്പോൾ, ആരാധിക്കുമ്പോൾ മാത്രമല്ല ആ സ്വരം കേൾക്കുന്നത്. കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും ആ സ്വരം എന്നിൽ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. തീർച്ചയായും ദൈവത്തിന്റെ മക്കൾ തന്നെയാണ് നമ്മളെല്ലാം. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? രക്ഷയെക്കുറിച്ച്, രക്ഷയുടെ പല വ്യത്യസ്തമായ നിത്യരക്ഷയിലേക്ക് നയിക്കുന്ന ആത്മാവിന്റെ രക്ഷ, ദേഹിയുടെ രക്ഷ, ദേഹത്തിന്റെ രക്ഷ, ഇത് മൂന്നും കൂടെ കൂടുന്ന നിത്യരക്ഷ എന്ന് പറയുന്നത്. ഇത് ആഴമായി പഠിക്കേണ്ട വിഷയമാണ്. ഇന്ന് ആത്മാവിന്റെ രക്ഷ കൊണ്ട് മാത്രം ക്രിസ്തീയോളം നിർത്തിക്കളഞ്ഞൊരു ഗോളമാണ്, വല്ലാത്തൊരു ഗോളമാണ് നമ്മുടെ ഗോളം. അല്ല, തുടക്കമിട്ട് തന്നതാ നമുക്ക് കർത്താവ്, നമ്മുടെ ദേഹിയെ രക്ഷിക്കാൻ വേണ്ടി. വിശ്വാസനന്ദമായ 1 പത്രോസ് 1:9 വിശ്വാസനന്ദമായ ദേഹി രക്ഷ. ഒരായുസ് കൊണ്ട് വിശ്വാസാൽ ജയിച്ചെടുക്കുകയാണ് നമ്മുടെ ദേഹിയൊക്കെ. അത് വിശ്വാസത്തിൽ തുടങ്ങി, വിശ്വാസത്തിൽ കൂടി വിശ്വാസത്തിലേക്ക്. ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്, ബൈ ഫെയ്ത്ത്. എത്ര വാക്ക്, ആ 3 വാക്യം നിങ്ങൾ വെറുതെ ഞാൻ പറഞ്ഞു പോയതാ. ആ വാക്യം ഒന്ന് വീട്ടിൽ പോയി ധ്യാനിക്കും നിങ്ങൾ. എന്താണത്? വിശ്വാസത്തിൽ തുടങ്ങി ഞാൻ എങ്ങനെയാണ് വിശ്വാസം നടന്നത്, ബൈ ഫെയ്ത്ത് എങ്ങനെയാണ് ഞാൻ നടക്കേണ്ടത്.
നമ്മൾക്ക് പലതും കേൾക്കുന്നത് പോലെ അല്ല ക്രിസ്ത്യ ജീവിതം. വിശ്വാസത്തോടെ വിശ്വാസത്തിൽ കൂടി നടന്നു പോകുകയാണ് നമ്മൾ. കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്കറിയാം, എൻ്റെ ആത്മാവ് അത് ഫീൽ ചെയ്യുകയാണ്. ഞാൻ പഠിപ്പിക്കുന്ന നിത്യത്തിലെ വാസസ്ഥലങ്ങളും ഉയർപ്പിന്റെ നിരകളും നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സുകളും വ്യത്യാസങ്ങളും നമുക്ക് ലഭിക്കാൻ പോകുന്ന വ്യത്യസ്ത ശരീരങ്ങളെ കുറിച്ച് ഒക്കെ പഠിപ്പിക്കുമ്പോഴും അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എനിക്കറിയാം ഇതിനകത്ത് ഈ പറയുന്ന വാക്കുകൾ അങ്ങനെ തന്നെയാണെന്ന്. ഹല്ലേലൂയ. കാരണം ഇതിനകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നിരിക്കുക, നമുക്ക് അത് ഫീൽ ചെയ്യുക. നമുക്കത് എത്ര പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്? ബന്ധുവാകട്ടെ, നാം ദൈവത്തിനുള്ളവർ എന്ന് നാം അറിയുന്നു. അങ്ങനെ അറിയുമ്പോഴാണ് ഒരുവൻ പറയുന്നത് സർവ്വലോകവും ദുഷ്ടൻ അതിൽ കിടക്കുന്നു. അല്ലാത്തവൻ പറയും, വാ നമുക്ക് അല്ലേ ഇവിടെ കിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം, അല്ലെ, നമുക്ക് ഇവിടെ കേരളത്തിൽ ജീവിതം ശരിയാകുന്നില്ല, നമുക്ക് കുടുംബമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് ഇവിടെ കേരളത്തിൽ ശരിയാവും, കേരളത്തിലെ കൾച്ചർ ശരിയല്ല, കേരളത്തിലെ ആൾക്കാർ ശരിയില്ല. ഇത്തിരി മോഹം കയറിയപ്പോ ഞാൻ പറയും, നമുക്ക് ആ സഭയോട് ചേർന്ന് പോകാൻ പറ്റത്തില്ല. മോഹം കയറി, ഏത് മോഹം എന്നറിയാമോ? ലോകം കയറിയപ്പോൾ സഹോദരങ്ങളെ വേണ്ട, അപ്പനെയും വേണ്ട, വയസ്സായി കിടക്കുന്ന അച്ഛനും അമ്മനെയും തള്ളിക്കളഞ്ഞിട്ട് ഭാര്യയും മക്കളും ലോകവും കൂടി ചേർന്ന് ഒരുമിച്ചാ പോകുന്നത്. എന്റെ വാക്ക് ക്ലിയർ ആണ്. ജനിപ്പിച്ച അപ്പനെയും അമ്മയും വേണ്ട, അല്ലേ, ഭാര്യയും മക്കളും, ലോകമെന്ന് പറയുന്ന കാമുകനും മാത്രം മതി. കാരണം ഇതൊക്കെ നമ്മറിയാമോ? ഇതൊക്കെ നാം ദൈവത്തിൽ നിന്നുള്ളവന് ഒന്നാമത് അറിയണം. അങ്ങനെ അറിയുമ്പോൾ രണ്ടാമത് പരിശുദ്ധാത്മാവ് തെളിയിക്കുക നമുക്ക്. സർവ്വലോകവും ഇവിടൊക്കെ ഈ ദുബായ് മാത്രമല്ല, അമേരിക്കയും യുകെയും അല്ലെ, കാനഡയും സ്വിറ്റ്സർലാൻഡും എന്തൊക്കെയാ അല്ലെ, എന്തും ആവട്ടെ, ഇതെല്ലാം എല്ലായിടത്തും ഭരിക്കുന്നത് പിശാച് തന്നെയാണ്. സന്തോഷമാകത്തില്ല അല്ലെ? എന്തുവാകട്ടെ, ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ കേൾക്കാം. എന്തുവാണെങ്കിലും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒന്നാമത്തെ കാര്യം അറിയണം, നാം ദൈവത്തിൽ നിന്നുള്ളവൻ ആകുന്നു. ഉറപ്പുണ്ടോ? ഇന്ന് രാത്രി പറയാൻ പറ്റൂ, ഞാൻ വഴിപോക്കനല്ലെന്നേ. അതുകൊണ്ട് യോഹന്നാൻ ലേഖനം 3:9 പറഞ്ഞു, ദൈവത്തിൽ നിന്ന് ജനിച്ചവനകത്ത് ദൈവത്തിന്റെ വിത്ത് കിടക്കുകയാ. ആ വിത്ത് നശിച്ചു പോകുന്ന വിത്തല്ല, ഏതെങ്കിലും ആർക്ക് കൊല്ലുകളയാൻ കഴിയുന്ന വിത്തല്ല, ആരെങ്കിലും നിന്ദിച്ചാൽ പരിഹസിച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്ന ജീവനല്ലത്. അത് സ്വർഗത്തിലെ ജീവനാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? എന്റെ അകത്ത് വീണിരിക്കുന്ന വിത്തുണ്ട്, നിങ്ങളുടെ അകത്ത് വീണിരിക്കുന്ന ജീവന്റെ വിത്തുണ്ട്, ദൈവത്തിന്റെ വിത്ത്, വീണ്ടും ജനിക്കപ്പെട്ടവന്റെ അകത്ത് വീണിരിക്കുന്ന വിത്ത്. ആഴമായി പഠിക്കേണ്ട വിഷയമാണത്. ഹല്ലേലൂയ. അത് ആരെങ്കിലും ഊതിയാൽ, നുണ പറഞ്ഞാൽ പോകുന്ന വിത്തല്ലല്ലോ അത്. ഹല്ലേലൂയ. അത് സ്വർഗത്തോളം വലിപ്പമുണ്ട്, അത് ദൈവത്തോളം വലിപ്പമുണ്ട്, അവന്റെ വാക്കുകളോളം വലിപ്പമുള്ളതാണത്. ആ ഇരിക്കുന്നവരാ നാം ഓരോരുത്തരും. നമ്മളെ തകർക്കാൻ ആർക്ക് കഴിയുമോ? ആരെങ്കിലും എന്തെങ്കിലും കാണിച്ച നമ്മുടെ ജീവിതം തകർന്നു പോകുന്നതാണോ? അല്ല. കാരണം ദൈവത്തിന്റെ വിത്ത് അവനിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവൻ, അവന്റെ ആത്മാവ്, മരണത്തെ ജയിക്കാൻ കഴിവുള്ളവന്റെ ആത്മാവ് പോലും ഇന്ന് എന്നിലും നിങ്ങളിൽ വാസം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ചിന്തകൾ പോലും ഒപ്പിയെടുക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ്, സ്വർഗത്തിൽ ദൈവത്തിന്റെ മനസ്സ്, ഹൃദയത്തിലെ രഹസ്യങ്ങൾ ഭൂമിയിലിരിക്കുന്ന എനിക്ക് പകർന്നു തരാൻ കഴിവുള്ള ദൈവത്തിന്റെ ആത്മാവ്. എത്ര വലിയ കാര്യമാ! ഇതൊക്കെ അറിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് സർവ്വലോക ദുഷ്ടനാധീനമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടം വിട്ടുപോയാ വേറെ എവിടെയെങ്കിലും പോയാൽ നന്മ കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് ഒരു ബോധത്തമാ. ചിലപ്പോൾ കിട്ടുമായിരിക്കും, കാരണം മറ്റൊരു കാമുകൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട്. പക്ഷേ നഷ്ടപ്പെടുന്നത് വലിയ നന്മകളായിരിക്കും, സ്വർഗീയ നന്മകളായിരിക്കും, സ്വർഗീയ നശിക്കാത്ത അവകാശങ്ങളായിരിക്കും. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് തുടങ്ങാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. കർത്താവ് നിങ്ങളെ സഹായിക്കേണ്ടത് നിർദ്ദേശിച്ചിരിക്കുക.